ഇന്ന് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ദിവ്യാരോഗ്യം എനിക്കുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എന്റെ മേൽ അവകാശമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പരാജയം അറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൻ കൃപകൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് വേണ്ടി ദൈവം വലിയ പ്രവൃത്തികളെ ചെയ്യും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം, നന്ദിയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷിയാക്കി മാറ്റും. സകല വിഷയത്തിന്റെ മേൽ ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ കേട്ട വചനചിന്ത. നിർമ്മലരായിരിക്കും, വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നവരാകണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുന്നവരാകണം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിർമ്മലരായിരിക്കണം, ഉണർന്നിരിക്കണം, അല്ലേ? കർത്താവിന്റെ വചനത്തിൽ കേട്ടതുപോലെ നമ്മൾ എപ്പോഴും അലാട്ടായിട്ടിരിക്കണം. കർത്താവിന്റെ വചനത്തെ പിശാചിനോട് നമ്മൾ എതിർക്കുന്നവരാകണം, അവന്റെ തന്ത്രങ്ങളെ തകർക്കുന്നവരാകണം. കർത്താവിൽ നിങ്ങൾ ജയാളികളാണ്. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വചനങ്ങളെ കേൾക്കാം. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ അത്ഭുതങ്ങളെ കാണാൻ. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നവർ വെറുതെ ഇരിക്കരുത്. ആദ്യം മുതലേ കൈവച്ചോണം. എവിടെയാണോ നിങ്ങൾക്ക് വേദന, എവിടെയാണോ രോഗാവസ്ഥയിലിരിക്കുന്നത്, സ്വന്തം ശരീരത്തിൽ കൈവച്ചോണം. എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് പ്രാർത്ഥിക്കുകയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിന്റെ അടിപ്പിളരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കണേ. കർത്താവിന്റെ മുറിവ് എൻ്റെ വേദന മാറ്റിയിരിക്കുന്നു, കർത്താവ് എൻ്റെ രോഗത്തെ അനുഭവിച്ചിരിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നോണം. എന്താണോ ചെയ്യുവാൻ കഴിയാത്തത് അത് ചെയ്യുവാൻ നിങ്ങൾ എണീറ്റ് നോക്കണം. ആ വിഷയം അത്ഭുതമാക്കി കർത്താവ് മാറ്റും. മറക്കരുത്, കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മളെ സഹായിക്കുന്ന കർത്താവാണ്. നമുക്ക് വേഗത്തിൽ കർത്താവിന്റെ വചനം നമുക്ക് കേൾക്കാം. തുടർമാനമായിട്ട് നമ്മൾ പത്രോസ്ലീഹയുടെ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. പത്രോസ്ലീഹയുടെ ലേഖനത്തിന്റെ അകത്ത് ചില വാക്യങ്ങൾ നമുക്ക് പിന്നെയും ഒന്ന് പോകാം. ആ വചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 2 പത്രോസ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രവചനത്തെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. പ്രവചന വരത്തെ പറ്റി മാത്രമല്ല, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഇതൊരു പ്രവചന പുസ്തകമാണ്, കഥപുസ്തകമല്ല. ഇത് എന്നോ നടന്നു കഴിഞ്ഞ ഒരു ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമല്ല, പ്രവചന പുസ്തകമാണ്. അതായത് പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി കാലത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതിന്റെ പേരാണ് പ്രവചനം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇന്ന് അറിയുന്നതാണ് പ്രവചനം. ഒന്നെൻ്റെ കൂടെ പറഞ്ഞേ. ആമേൻ. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നത് തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവായതല്ല, അത് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇവിടെ നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മ നിയോഗത്താൽ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിനാലാണ് മനുഷ്യന് പ്രവചിക്കുവാൻ കഴിയും. നോക്കിക്കേ, മനുഷ്യർ പരിശുദ്ധ നിയോഗത്താൽ പ്രാപിച്ച് സംസാരിക്കുന്നു. അപ്പം 2 തരം പ്രവചനത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ പ്രവചനം ബൈബിളിലുള്ള പ്രവചനം. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുന്ന സമയത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറയുന്നത് ഒരു പ്രവചനമാണ്. ആരോട് പ്രവചിക്കുന്നതാണ്?
അതായത് പിശാചിനോട് പറയുകയാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പൊ പിശാചിന്റെ തല തകർക്കുവാൻ സാക്ഷാൽ ക്രിസ്തു അവതരിക്കും എന്ന് പ്രവചിക്കുന്ന പുസ്തകമായിരുന്നു ഉൽപ്പത്തി പുസ്തകം. അതിനുശേഷം നമുക്ക് ഒത്തിരി പ്രവചനങ്ങൾ ബൈബിളിൽ കാണാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതെല്ലാം പ്രവചനങ്ങളാണ്. പലതും നിവൃത്തിയായതുണ്ട്, നിവൃത്തിയാകുവാൻ പോകുന്നതുണ്ട്, അങ്ങനെ പലതും നിപ്പുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു സാക്ഷ്യം ഞാൻ കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് വരാവേ. ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിയർ ആണെന്നൊന്ന് പറയണം. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണ്. ഒരു നിമിഷം, ഒരു സെക്കൻഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോളിയം കുറവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? വോളിയം എനിക്ക് വന്ന് കുറവാണോ കൂടുതലാണോ? നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടായിരുന്നോ? കേൾക്കുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റും. കേൾക്കാം കേൾക്കാം. ഓക്കെ, ഇതൊരാൾ റെക്കോർഡിംഗ് അയച്ചു തന്നാണ്. അപ്പൊ അതിന്റെ പരിമിതികളുണ്ട്. എങ്കിലും കേൾക്കുക. ജസ്റ്റ് വോളിയം കുറവാണെങ്കിൽ ജസ്റ്റ് കേൾക്കാൻ നോക്കുക നിങ്ങൾ. എൻ്റെ പേര് ശ്യാമള എന്നാണ്. ഞാൻ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ പലവട്ടം പാസ്റ്ററെ സൂമിൽ സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഞങ്ങളുടെ മൂട്ട് ഓണായി കിട്ടുന്നില്ല, അത് അൺമ്യൂട്ടായി പോവുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഞാൻ ഒരു 3 മാസമായിട്ട് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പ്രേയറിലുണ്ട്. 3 മാസം മുൻപ് എൻ്റെ അനുജത്തിയാണ് ഇതിനകത്തുനിന്ന് എനിക്ക് ആദ്യമേ ഇങ്ങനെ ഇട്ട് തന്നായിരുന്നു. ഞാൻ സൂം ഇട്ട് തന്നു, മീറ്റിംഗ് കയറാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ അനുജത്തി വന്നു പറഞ്ഞു, എൻ്റെ മോള് മെഡിക്കൽ കോളേജിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രസവം മെഡിക്കൽ കോളേജിലായിരുന്നു. പിന്നെ ഗർഭിണിയാവരുന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ അവൾ വീണ്ടും ഗർഭിണിയായിരുന്നു. 6 മാസമായിരുന്നു. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ശ്യാമള എന്ന് പേരുള്ള ഒരു പെൺകുട്ടി, ഒരു സഹോദരി, അവരുടെ കുഞ്ഞും മോള്, അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ ആളുകൾ കൂടിയിട്ട് ഭയങ്കര വിഷാദത്തോടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി, വിഷാദത്തോടെ ഭവനത്തിനകത്തേക്ക് കയറി പോകുന്നത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആരുടെ സ്വന്തക്കാരോ റിലേഷനോ ആരെങ്കിലും ആണോ എന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ എൻ്റെ അനുജത്തി പറഞ്ഞു എൻ്റെ ചേച്ചിയാണത്. അപ്പം മോള് ഗർഭിണിയാകരുന്ന് പറഞ്ഞായിരുന്നു. വീണ്ടും അവൾ ഗർഭിണിയാണ്. ആദ്യമേ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാനും കുറേ ദിവസം. അപ്പം എൻ്റെ അനുജത്തി എന്നോട്, പാസ്റ്റർ അനുജത്തിയോട് പറഞ്ഞു എത്രയും വേഗം അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾ പിറ്റേ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചപ്പോൾ അവളും പറഞ്ഞു കുറേ ദിവസമായിട്ട്, അക്കുന്ന് വീട്ടിൽ വിളിക്കുന്ന അഭിജ എന്ന പേര് മോളുടെ, അവൾ പിന്നെ കുറേ ദിവസമായിട്ട് മരിച്ച് കുഴിയിൽ അടച്ച് മണ്ണിട്ടിട്ട് കയറി പോകുന്നതായിട്ട് പലപ്പോഴും എൻ്റെ അനുജത്തി സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ സ്വർഗത്തിലെ ദൈവം അന്നത്തെ പ്രാർത്ഥനയോടെ എൻ്റെ മോളെ മാനിച്ചു. പിന്നെ അന്ന് മുതൽ ഞങ്ങൾ പ്രേയറിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രൂപ പോലും ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. കോട്ടയത്തിന് പോകാനാണെങ്കിൽ നിൽക്കാൻ ആളില്ലാത്തൊരവസ്ഥ. എനിക്കാണെങ്കിൽ കാലിന് സുഖമില്ലാത്ത ആളാണ്. ഒത്തിരി പ്രശ്നമുണ്ട്. എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ നടക്കാനൊന്നും വയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ മോളെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക, എപ്പോഴും. അത് കഴിഞ്ഞ് പിന്നെ എന്നും ഈ പ്രേയറിൽ കയറാറുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്നും എൻ്റെ മോള് പ്രാർത്ഥിക്കും. പാസ്റ്റർ പറഞ്ഞു തന്നതുപോലെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം മഹത്വത്തോടെ ക്രിസ്തുവിൽ പൂർണ്ണമായും തീർത്ത് തരും. ഈ വചനം പറഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞു. അതിനനുസരിച്ച് എൻ്റെ മോൾ എപ്പോഴും അത് പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണേ ദൈവമേ എന്ന് പറഞ്ഞ്. ഒരു രൂപ പോലും ഞങ്ങളുടെ കൈകളിലില്ലായിരുന്നു. അങ്ങനെ ഒരു സഹോദരി മനസ്സിൽ തോന്നിച്ച്, ഞങ്ങൾ ഇന്നും ആ സഹോദരി അറിയില്ല, കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആ സഹോദരിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ആ സഹോദരി ഞങ്ങൾക്ക് ഒരു 25,000 രൂപ അയച്ചു തന്നു. അതോടുകൂടി ഞങ്ങൾക്ക് ഒരു ഭയങ്കര അനുഗ്രഹമായിരുന്നു.
പിന്നെ എൻ്റെ മോള് ഗ്രൂപ്പിലുള്ള മറ്റൊരു സഹോദരിയായിട്ട് പിന്നെ സംസാരിക്കുകയും അവർ ഓരോരോ വചനങ്ങൾ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് അത് പറയുകയും പാസ്റ്റർ പറയുന്ന വചനങ്ങൾ പറഞ്ഞ് പഠിക്കുകയും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ഇരുന്നു. അങ്ങനെ പ്രസവ സമയം ഓപ്പറേഷൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവൾക്ക് നിർബന്ധം, അവൾ പറഞ്ഞു ഞാനിനി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നുള്ളൂ, എനിക്ക് എൻ്റെ അപ്പൻ സമ്പന്നനായതുകൊണ്ട് ഞാനും സമ്പന്നയാണ് എന്ന് പറഞ്ഞ് അവൾ എപ്പോഴും പ്രാർത്ഥിക്കും, എനിക്ക് സർക്കാരിൽ പോകാൻ പറ്റില്ല കർത്താവേ, എന്നെ പ്രൈവറ്റിൽ തന്നെ വിടണമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 9-ാം തീയതി അഡ്മിറ്റായി. 11-ാം തീയതി എൻ്റെ മോള് പ്രസവ ഓപ്പറേഷനായിരുന്നു. ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു, ഓപ്പറേഷൻ ചെയ്തെടുത്തു. പിന്നെ അവിടെയും ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് 30,000 രൂപയുടെ 29,500 അവിടെ കെട്ടണമായിരുന്നു. അതിനുള്ള സാമ്പത്തികം ദൈവം ഒരുക്കി തന്നു. പിന്നെ എൻ്റെ മോള് പ്രസവം നിർത്തണമെങ്കിൽ 5,000 രൂപ എക്സ്ട്രാ കെട്ടണമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ വേറെ ഞങ്ങളുടെ ചിലവിനല്ലാതെ വേറെ 5,000 രൂപ കൊടുക്കാനില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മോളും ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അവിടെ അത്ഭുതം ചെയ്തു. അവിടെ ഡോക്ടർ മോള് പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പൈസയൊന്നുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കെട്ടാമായിരുന്നു, അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് മാഡം എനിക്കൊന്ന് നിർത്തി തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഓപ്പറേഷന് കയറ്റിയപ്പോൾ തന്നെ എൻ്റെ മോളിങ്ങനെ വചനം പറയുകയും അവർ കണ്ണും കാതൊക്കെ അടച്ചു പിടിച്ചു. അതിന് എൻ്റെ മോള് വചനം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ കേട്ടു, ഇവളെന്താ പറയുകയെന്ന് ചോദിച്ചപ്പോൾ ഇവൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് വേറൊരു ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളിത് ചോദിച്ചു. ദൈവം അവിടെ അത്ഭുതം ചെയ്തു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നിർത്തിയേക്കാം, എൻ്റെ പൈസ ഞാൻ നിൻ്റെ 5,000 രൂപ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ ഫീസും അവർ വാങ്ങിച്ചില്ല. അതും ഒരത്ഭുതകരമാവണ്ണം അവിടെയും ദൈവം ഞങ്ങൾക്കൊരു വിടുതൽ തന്നു, ഞങ്ങളെ സഹായിച്ചു മാനിച്ചു. ദൈവദാസനെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ കാത്തിരിക്കും എന്നും 8:30 ആകാൻ വേണ്ടി. 8:45 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫോണിൻ്റെ മുമ്പിലെത്തും പാസ്റ്റർ പ്രസംഗം പ്രാർത്ഥനയും കേൾക്കാൻ വേണ്ടി. ഒരുപാട് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദി കർത്താവേ, നിങ്ങൾ എല്ലാവരും ആ സാക്ഷ്യം കേട്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എത്ര പേര് ആ സാക്ഷ്യം കേട്ടു? നിങ്ങൾക്ക് എത്ര പേരത് കേട്ടു? ആമേൻ. ഇന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആ സഹോദരിന്റെ അകത്തുണ്ടോ? ആ സാക്ഷ്യം പറഞ്ഞ സഹോദരി കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ആ ഉണ്ട്. ആ സഹോദരി ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സാക്ഷ്യം പറഞ്ഞ ആള് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നത് പ്രാവർത്തികമല്ല. നിങ്ങൾ എല്ലാവരും ഒരേപോലെ മ്യൂട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ഞാനത് ഇന്ന് ആ സാക്ഷ്യം എടുത്തു കേൾപ്പിക്കാൻ കാരണം ഒരു മിറക്കിളാണ്. 2 അത്ഭുതങ്ങളാണ് അതിനകത്ത് സംഭവിച്ചത്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സഹോദരി കേട്ടതുപോലെ തന്നെ ആ കുഞ്ഞ് ഇനി പ്രഗ്നൻ്റ് ആകരുതെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞതാണ്. അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഉള്ള ശരീരമായിരുന്നു, അത് ഒത്തിരി റിസ്ക് ഉള്ളതായിരുന്നു. അതുമാത്രമല്ല, ആ പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരുന്നത് ആ സഹോദരിയല്ല, ഈ ആൻറ്റിയല്ല, മറ്റവരുടെ ഒരു കസിൻ സിസ്റ്ററാണ് കൂടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമളയുടെ മോളെ ദൈവം തൊടുന്നു എന്നൊരു പ്രവചനം കർത്താവ് സംസാരിക്കാനിടയായി തീർന്നു. നമ്മൾ ഇന്ന് എടുക്കുന്ന വചനവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിന്ന് ഈ വചനം എടുത്തത്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്. അപ്പം ശ്യാമളയുടെ മോളെ ദൈവം തൊടുന്നു. ആ വീട്ടിൽ കുറേ പേര് കൂടി നിൽക്കുന്നതായിട്ടൊരു കാഴ്ച കാണിക്കുന്നു. അങ്ങനെയാണ് ആൻറ്റി തുടങ്ങിയത്. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി, വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ആ സഹോദരിയുടെ ആൻറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. ആ സഹോദരി ഏറ്റെടുത്തു. അന്ന് തന്നെ പോയിട്ട് പിറ്റേ ദിവസം പോയിട്ട് ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, വീട്ടിലിപ്പോൾ ശ്യാമളയുടെ മോളെ എപ്പോഴാണ് അവർ പറഞ്ഞത് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട്. ഇന്ന് പ്രഗ്നൻ്റ് ആയ ആള് വലിയ റിസ്ക് ആയിരുന്നു, ഹൈ റിസ്ക് ആയിരുന്നു. പക്ഷേ കർത്താവ് ഇന്ന് അതിൻ്റെ അകത്തുനിന്ന് വിടിവിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, കർത്താവിന് നമ്മുടെ പേരുകൾ അറിയാം, നമ്മുടെ വിഷയം അറിയാം, നമ്മൾ എവിടെയാണോ ബ്ലോക്കായി നിൽക്കുന്നതറിയാം. കർത്താവ് അത് വെളിപ്പെടുത്തി. ഇന്ന് കേട്ടതുപോലെ തന്നെ ആ കുടുംബത്തെ ദൈവം തൊടുവാൻ ഇടയായി തീർന്നു. ഇന്ന് ആ സാക്ഷ്യം പറഞ്ഞ ആൻറ്റി ഒന്നുകൂടെ മ്യൂട്ട് മാറ്റാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന്
ഒരുമിച്ച് നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ, ആ സഹോദരി മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? പറഞ്ഞയാള് ബ്രദറെ ഞാൻ അനിയത്തിയാണ്. അവർക്ക് റേഞ്ച് ഇല്ല ബ്രദറെ. അവിടെ അവര് പിന്നെ സൂമില് കേറണിടയിൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറില്ല അവർക്ക്. ഓക്കെ. ഇതിപ്പം അന്ന് കേട്ട ആന്റി സഹോദരിയാണോ ഇത്? അതെ, അനിയത്തിയെ ഞാന്. അന്ന് കേട്ടാനിത്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഞങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നായിരുന്നോ ആ മാതാവിന്റെ പേര് അങ്ങനെയാണ്, മോളുടെ വിഷയങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ സിസ്റ്ററെ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ബ്രദറെ. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞായിരുന്നു. എന്റെ ചേച്ചിയുടെ മോളാന്ന് പറഞ്ഞായിരുന്നു. അവൾ ആദ്യത്തെ പ്രസവത്തിൽ അവളുടെ കുഞ്ഞിനെ കൊന്നു കളയാൻ പോയി. ഡിപ്രഷൻ കാരണം ഡോക്ടറിനിട്ട് കോട്ടയത്ത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെ കൊന്നു കളയാൻ പോയത് കൊണ്ടാണ് ഇനി ഒരു കുഞ്ഞ് വേണ്ടെന്ന് എന്നോടാണ് പറഞ്ഞത് ഡോക്ടറെ. ഈ അപ്പൊ അത് കാര്യമല്ലോ അന്ന് ഈ സിസ്റ്ററെ, ഈ ഞങ്ങൾ കാര്യമല്ലോ പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല ബ്രദറെ. ഞാൻ അന്ന് അത് ഈ കേട്ടപ്പോ എന്റെ പേരുകൾ തല വല്ലതും ഇങ്ങനെ. പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിത് എടുത്തു ചോദിച്ചതിന്റെ കാര്യം എന്തെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത മറഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങളെ നിങ്ങൾ ഈ വചനം കണ്ടോ? ഞാൻ ആന്റിയോട് ചോദിച്ചു വേറൊന്നുമല്ല. നിങ്ങൾ 21ാമത്തെ വാക്കിന്റെ പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പരിശുദ്ധാത്മാവിനാൽ നിയോഗം പ്രാപിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ആ കുടുംബത്തിൽ, പ്രിയ ആന്റി പറഞ്ഞ പോലെ തന്നെ, കുഞ്ഞിനെ കൊല്ലേണ്ട രീതിയിൽ ഒരു മാനസികാവസ്ഥയുടെ കടന്നു പോകുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി നീ പ്രഗ്നന്റ് ആകരുത്, ഹൈ റിസ്ക് ആണെന്ന് ഡോക്ടർ പറയാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അവർ ഭാരപ്പെട്ടെന്നാൽ ദൈവാത്മാ വെളിപ്പെടുത്തിയത് നിങ്ങൾ കേട്ടു നോക്കിയാൽ കുടുംബത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു മരണത്തിന്റെ അന്തരീക്ഷം കാണുന്ന ഒരു ഭവനമാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്തു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞപ്പോൾ ഈ ആന്റി എന്ത് ചെയ്തു? ആ കുടുംബത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ട് കാര്യമാണ് കേട്ടത്. ഒന്ന്, ആലോചന ധൈര്യത്തോടെ ഏറ്റെടുത്തു, ആ കുടുംബത്തിൽ പോയി അറിയിച്ചു. ഇന്ന് നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ആ തലമുറയെ കാണുവാൻ സ്വർഗം ഇടയാക്കി. അപ്പൊ ഈ സഹോദരി ഇന്ന് ആലോചന ഏറ്റെടുക്കുകയും ആ കുടുംബത്തിൽ അറിയിക്കുകയും ചെയ്തതുകൊണ്ട് ഇന്ന് മരണം നടക്കേണ്ട ഭവനത്തിൽ, നിരാശയായി തീരേണ്ട ഭവനത്തിൽ യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഇന്ന് ഈ സാക്ഷ്യം കേൾപ്പിച്ചത് തന്നെ ഇതൊരു അത്ഭുതത്തിന് വേണ്ടി തന്നെയാണ്. കാര്യം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം പ്രവചനത്തെ പറ്റിയാണ്. അപ്പൊ പ്രവചനം എന്നുള്ളത് ഭാവിയിൽ നോക്കിക്കേ, ആ ശ്യാമള എന്ന് പറയുന്ന മാതാവിന്റെ മോളുടെ വിഷയങ്ങൾ ഞാനത് എടുത്ത് ചോദിക്കും. എപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഞാൻ മുമ്പ് ഞങ്ങളോട് വല്ലോ ഈ കാര്യം സംസാരിച്ചോ എന്ന് ചോദിക്കാൻ എടുത്ത് ഞാൻ കാരണം നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലെ പിന്നെ നിങ്ങൾ ഓർക്കും ബ്രദർ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഡ്രാമ കാണിക്കുവാണ്, ആരെങ്കിലും കൊണ്ടുമൊക്കെ ഇങ്ങനെ എന്തോ കൊണ്ടുവച്ചുകൊണ്ട് ഇങ്ങനൊരു ചിന്ത പിശാച് കൊണ്ട് കയറ്റുമ്പോൾ. അതുകൊണ്ട് എടുത്തെടുത്ത് ഞാൻ ചോദിക്കുന്നത് ഈ വിഷയങ്ങൾ വല്ലോ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇത് എടുത്തു ചോദിക്കാൻ കാരണം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സംഭവങ്ങൾ വരും. ഇന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി അനർത്ഥമാകേണ്ട സ്ഥാനത്ത് അത്ഭുത സാക്ഷ്യമായിട്ട് ഇന്ന് ആ കുടുംബത്തെ ദൈവം മാറ്റി. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി തകർച്ചയുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ദൈവം സമ്പന്നനാണ്. ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ, സർജറി ചെയ്യാൻ നിൽക്കുന്ന ഡോക്ടർ പറയുക എൻ്റെ ഫീസ് 5000 രൂപ വേണ്ട എന്ന് ഏതെങ്കിലും വചനം പറഞ്ഞാൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുമോ? നിങ്ങളൊന്ന് പറ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എൻ്റെ ഫീസ് വേണ്ട എന്ന് പറയുമോ? ഇല്ല. അപ്പൊ ഒരു പ്രവചനം കേട്ടാൽ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടി അനുകൂലമായ വ്യക്തികളെയും ദൈവം ഒരുക്കും എന്നുള്ളതിന്റെ തെളിവാണിത്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, ദൈവകൽപ്പനയാൽ വെളിപ്പെടുന്നതാണ്. പരിശുദ്ധാത്മ നിയോഗം. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, പ്രാർത്ഥനാ കൂട്ടായ്മ ഇരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അലമ്പി നടക്കാതെ ശ്രദ്ധിച്ചിരുന്നോണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, കറങ്ങി നടന്നു വചനം കേൾക്കും. നിങ്ങൾ ഈ സൂം മീറ്റിംഗ് കേൾക്കും, നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പം യാത്ര ചെയ്യുമ്പോൾ കേട്ടോ കുഴപ്പമില്ല. ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്ത് ലൈവിൽ കേൾക്കുന്നവർ ഓടിപ്പോയി ടോയ്ലറ്റിൽ ഇരുന്നോ കിടന്ന് ഉറങ്ങിക്കൊണ്ടോ ഒന്നും ഇരുന്ന് കേൾക്കരുത്. നിങ്ങൾ എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യുന്നത് പ്രാർത്ഥനയോടെ ഇരിക്കണം. ഒരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് വന്നിരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ആ ഫോണും പിടിച്ചുകൊണ്ട് കറങ്ങി നടക്കാതെ അവിടെ ഇരിക്കുക. ആ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രാർത്ഥനയ്ക്കകത്ത്, ഒരു ആലയത്തിൽ ഇരിക്കുന്ന, ഒരു പള്ളിക്കകത്തിരിക്കുന്നത് പോലെ ഇരിക്കുക. നിങ്ങളോട് ദൈവം സംസാരിക്കും. ഇതൊരു തെളിവാ കേട്ടോ. ആ സഹോദരി ഇന്ന് അവർ 3 മാസമായിട്ട് പ്രാർത്ഥനയ്ക്ക് കയറും. നല്ല ഒരു ദൈവിക ആലോചന. മരണം നടക്കേണ്ട കുടുംബത്തിൽ ഇന്ന് സാക്ഷ്യം നടന്നു. അത് ഒരു മുൻപരിചയം ഇല്ലാത്ത 2 വ്യക്തികൾ. എന്നെ അവർക്ക് പരിചയമില്ല, നമ്മളെ അവർക്ക് പരിചയമില്ല, വ്യക്തിപരമായിട്ട് ആർക്കും ഒരു പരിചയമില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ജീവിതത്തെ അറിയാം. നിങ്ങൾ എവിടെയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത്, നിങ്ങളുടെ ബ്ലോക്കുകളെ ദൈവത്തിന് അറിയാം. ആമേൻ. അപ്പൊ ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കും. അടുത്തൊരു വാക്യം നമ്മൾ എടുത്തിട്ട് പറയാം. തിരുവഴുത്തിലെ വചനം. അപ്പൊ ഞാൻ തിരുവഴുത്തിലെ പ്രവചനത്തെ പറ്റി പറയണം. തിരുവഴുത്ത് ഒരു പ്രവചനമാണ്.
ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രവചനമാണ്. എൻ്റെ കൂടെ പറഞ്ഞ ബൈബിളിലെ വചനം ഒരു പ്രവചനമാണെന്ന് പറ. ഒന്ന് പറഞ്ഞു, ബൈബിൾ വചനം ഒരു പ്രവചനമാണെന്ന് പറ. പ്രവചനമാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് പ്രവചനം? എന്താണ് പ്രവചനം? എന്ത്? വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നതാണ് പ്രവചനം. നോക്കിക്കേ, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി വെളിപ്പെടുത്തുന്നതിന്റെ പേരാണ് പ്രവചനം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സഹോദരി നാളെ പറഞ്ഞ സമയത്ത് നമുക്ക് തന്നെ ചിലപ്പം വിമർശിക്കാൻ നിൽക്കുന്നതിന്, വിമർശകരെ ഞാൻ നോക്കാറില്ല, അവരും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, എങ്കിലും കളിയാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിരി വന്നു നോക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഒരു ദൈവിക ആലോചന വെളിപ്പെട്ടതുപോലെ ഒന്നല്ല, ഒത്തിരി അധികമുണ്ട്. നമ്മൾ കേട്ടതുപോലെ തന്നെ ഒരു വീടിൻ്റെ സൈഡിലായിട്ട്, വീടിൻ്റെ വലതുവശത്ത്, വീടിൻ്റെ പുറകിൽ വലതുവശത്തായിട്ട് ടോയ്ലറ്റിനോട് ചേർന്ന് താഴെവശത്ത് ഒരു ഏഷ്യൻ പെയിൻറ്റിൻ്റെ കുറേ പാട്ട വെക്കുന്നു. അതിൻ്റെ കുറച്ചും കൂടെ മാറി ഒരു സഹോദരി പെട്ടെന്ന് അന്ന് സംഭവിക്കുന്നതല്ല, ഇപ്പം പെയിൻറ്റ് പാട്ട് ഇരിപ്പുണ്ട്. ഒരു സഹോദരി അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരു പാമ്പ് ചാടി വന്ന് അതിനെ ഭയപ്പെട്ടിരിക്കുന്നു, ഓടി അകത്തോട്ട് കയറുന്ന ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പല ആൾക്കാരും ഓർത്ത് ഇതെന്തുവാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഏഷ്യൻ പെയിന്റുമായിട്ട് പരിശുദ്ധാത്മാവിന് എന്നാ ബന്ധം? ഈ ഒരു ദർശനവുമായിട്ട് എന്താ ബന്ധം? ഈ ഒരു കാഴ്ചയുമായിട്ട് എന്താ ബന്ധം? അപ്പോഴാണ് ആ സഹോദരി അതിന് ശേഷം, അന്ന് അത് പറയപ്പോൾ എനിക്ക് ഏറ്റെടുത്തെങ്കിലും അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരാൾ വെളിപ്പെട്ട് വന്ന് ബ്രദറെ എൻ്റെ വീട്ടിലായിരുന്നു. എത്ര പേരത് കേട്ടായിരുന്നു? എത്ര പേര് ആ സഹോദരി വന്ന് പറഞ്ഞത് കേട്ടായിരുന്നു? ആമേൻ. അന്ന് എനിക്ക് വന്ന സഹോദരി സൂമിലില്ലായിരുന്നു, യൂട്യൂബിൽ എന്തോ മറ്റോ പിന്നീട് കേട്ടത്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഓടിപ്പോയി ഞാൻ നോക്കുമായിരുന്നു, അവിടെ തന്നെ അതിൻ്റെ പേര്, ആ പെയിൻറ്റിംഗ് പാട്ടയുടെ പേര് അത് തന്നെയാണോ എന്ന്. ആ സഹോദരി നോക്കിയിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ അവിടെ വെച്ചാണ് പാമ്പിനെ കണ്ടുപോയി. അപ്പം എന്ന് ചോദിക്കും, അത് നടന്നതെന്നാ? ഇന്നേക്ക് 1 വർഷം മുമ്പോ നടന്ന കാര്യമാണ്. അപ്പോൾ 1 വർഷം മുമ്പ് ഈ സഹോദരി പ്രാർത്ഥനയ്ക്കില്ല, വന്നിട്ടേ ഇല്ല. 1 വർഷം മുമ്പ് അവർ ഈ പ്രാർത്ഥനയെ ജോയിൻ ചെയ്തിട്ട്, പക്ഷെ 1 വർഷം മുമ്പ് നടന്ന സ്ഥലത്തേക്ക് ഞാൻ ഈ കാര്യം കർത്താവ് കാണിക്കുമ്പോൾ ദൈവം എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് നടന്നൊരു കാഴ്ച കർത്താവ് കാണിക്കുക. അപ്പം ഞാനിത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അകത്തും ഇതേ ആത്മാവുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? യേശുവിനെ മുറുക്ക പിടിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്തിയാൽ പരിശുദ്ധാത്മാവാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പം ഒന്നാലോചിച്ച് നോക്കിയേ, ഭൂതകാലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഭൂതകാലത്തിലേക്ക്, അതായത് നടന്ന 1 വർഷം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് അതേ സ്ഥലത്ത് വീണ്ടും പോയി നിൽക്കുവാൻ ഒരു പ്രവാചകന് കഴിയും. അതേ സ്ഥലത്ത് ആ സഹോദരി നിന്ന് പാമ്പിനെ കണ്ട് പേടിച്ച് ഓടി കയറിയ സമയത്ത് ഇന്ന് ആ സ്ഥലത്ത് ഒരു പെയിന്റ് പാട്ട് ഇരിപ്പുണ്ട്. ആ പെയിന്റ് പാട്ടയുടെ പേര് കണ്ടോ? അപ്പൊ ഇന്നലെ നടന്ന കാര്യം ഇന്നും ആ സ്ഥലത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്. എന്തിനാ ഈ പെയിന്റ് പാട്ടയൊക്കെ എടുത്ത് കാണിക്കുന്നത്? ആ വ്യക്തിയെ ദൈവത്തിന് കാണിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നദനയേൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പറയുന്നുണ്ട്, നീ അത്തിയുടെ ചോട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടതാ. നദനയേൽ ഞെട്ടിപ്പോയി. അത്തിയുടെ ചോട്ടിരിക്കുമ്പം അതിനർത്ഥം അയാൾ വ്യക്തിപരമായി പോയിരുന്നൊരു സ്ഥലമാണ് യേശു വെളിപ്പെടുത്തുന്നത്. നോക്കിക്കേ, അപ്പൊ പഴയ നിയമം മുതലേ പുതിയ നിയമം മുതലേ പ്രവചനം എന്ന് പറഞ്ഞാൽ, ഒന്ന് വ്യക്തികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ദൈവം പ്രവചനം ഉപയോഗിക്കും. 2 വചനമാകുന്ന പ്രവചനത്തെ ദൈവം ഉപയോഗിക്കും. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിൽ. ഇപ്പം ഞാൻ തീരുമാനിക്കുക ലോകത്തുള്ള എല്ലാവരും ഞാൻ പ്രവചിച്ചേക്കാം, നടക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങളോട് സൂം പ്രെയറിലൊക്കെ പങ്കുചേരാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൺട്രോളിലല്ല ഇത് നടക്കുന്നത്. ഞാനല്ല തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ തീരുമാനിക്കുക എല്ലാവരോടും ഇപ്പം ഞാൻ പ്രവചിച്ചേക്കാം, വർക്കാകത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് മിണ്ടുന്നില്ലെങ്കിൽ എനിക്ക് മിണ്ടാൻ കഴിയത്തില്ല. ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ വെളിപ്പെടത്തില്ല. ദൈവാത്മാവ് മറച്ചു വെച്ചാൽ, അതുകൊണ്ടാണ് ഏലീശയുടെ ഒരിക്കൽ ആ ഒരു സ്ത്രീ ഓടി വന്ന സമയത്ത്, ശുനേനക്കാരത്തി ഓടി വന്ന സമയത്ത് അവിടെ ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്, ഏലീശ പറഞ്ഞൊരു വാക്കുണ്ട്, വലിയ പ്രവാചകനാ. അവൾക്ക് എന്തോ ഒരു മനോവ്യസനമുണ്ട്, പക്ഷെ ഇപ്പോൾ യഹോവ എന്നോടത് പറയുന്നില്ല. ഇപ്പൊ വലിയ പ്രവാചകനാണ് അവിടെ നിൽക്കുന്നത്. ആ പ്രവാചകൻ പറയുകയാണ്, ഇപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ചില സമയത്ത് ദൈവം വെളിപ്പെടുത്തത്തില്ല, അതിനുശേഷം ദൈവം അപ്പൊ അവിടെ എലീശ ചോദിക്കുക, നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുക.
ഇന്നലെ പ്രവചിച്ചയാളാണ്, ഇന്ന് എന്തുകൊണ്ട് പ്രവചിക്കുന്നില്ല? ദൈവമാണ് തീരുമാനിക്കുന്ന പ്രവചനം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം, നിങ്ങളും ദൈവവുമായിട്ടുള്ള കണക്ഷനാണ് പ്രവചനം. നിങ്ങളുടെ ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നുള്ളത് ദൈവത്തിനറിയാം. അത് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തും. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും പറയാൻ സീരിയസ് ആകണം. നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം. നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ പ്രവചന വരത്തിന് കഴിയും. ഇനി ദൈവവചനം ഒരു പ്രവചനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഉദാഹരണം പറയാം. ഇപ്പൊ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് യെശയ്യാവ് 53 കണ്ടു 5 യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇതൊരു പ്രവചനമാണ്. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ നടന്ന മുറിവ്, യേശുക്രിസ്തുവിന്റെ മുറിവിൽ, അതായത് യെശയ്യാവ് എഴുതുന്ന സമയത്ത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ല. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം എഴുതുന്നതിനും ഏകദേശ കണക്കാണ്, കറക്റ്റ് ഒന്നുമല്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഞാൻ ഒരു കേട്ടറിവിൽ ഞാൻ പറയുകയാണ്, തെറ്റാകാം, ചിലപ്പോൾ ശരിയാകാം. എങ്കിലും ഇവർ തമ്മിൽ 700 വർഷം കാലഘട്ടം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. 700 വർഷം. മത്തായി മുതൽ മലാക്കി വരെ 400 വർഷം ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ കണക്കുകളാണ്, നമുക്കിത് കറക്റ്റ്, എങ്കിലും വർഷങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ ഗോൽഗോത്തയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ 700 വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെട്ട് വരിക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്തുവാ, യെശയ്യാവ് കഴിഞ്ഞൊരു 10 പുസ്തകം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മത്തായിലേക്ക് എത്തിയില്ലേ, എന്നെ എളുപ്പമല്ലേ? പക്ഷേ ഈ യെശയ്യാവ് കഴിഞ്ഞ് 10 പുസ്തകം മത്തായിലേക്ക് എത്തണമെങ്കിൽ 700 വർഷം എടുത്തു. അപ്പൊ 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്ക് എങ്ങനെ മനസ്സിലായി ഗോൽഗോത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഈ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട ഒരു വ്യക്തി മുറിവേൽക്കുമെന്നും ആ വ്യക്തിയുടെ മുറിവിനാൽ ലോകത്തിൽ സൗഖ്യം ഉണ്ടാകുമെന്നും എങ്ങനെ മനസ്സിലായി? ഈ വ്യക്തിക്ക് ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കുവാൻ പറ്റി. 700 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കുവാൻ കഴിയും. ഇതാണ് പ്രവചന വരത്തിന്റെ ഒരു അനുഗ്രഹം. അപ്പൊ ഇത് നമ്മളിപ്പോൾ 2025 ഇരുന്ന് വായിക്കുമ്പം യേശുവെ അങ്ങയുടെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറയുമ്പോൾ ഇതൊരു പ്രവചനമാണ്. ഇന്ന് രോഗിയായിരിക്കുന്നവർ സൗഖ്യം എന്ന് പറയുന്നത് പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് പ്രവചനമാണ്. ക്രൂശിൽ ഇത് നിവർത്തിയായെങ്കിലും രോഗിയായിരിക്കുന്നവർ പറയുകയാണ് യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് അതൊരു പ്രവചനമായി നിവർത്തിയാകുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉണ്ടാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. നമ്മുടെ സമയം ഇച്ചിരി സമയം മുന്നോട്ട് പോയ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് ധൃതി ഉള്ളവർക്ക് യൂട്യൂബിൽ പിന്നീട് കേൾക്കാം, കുഴപ്പമില്ല. കാര്യം നമ്മൾ ആ സാക്ഷ്യം വന്നപ്പോൾ ഇച്ചിരി സമയം കയറിപ്പോയി, അതുകൊണ്ടാണ്. നോക്കിക്കേ, അപ്പൊ ഇവിടെ പറയുകയാണ് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇനി അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വരുമ്പോൾ പത്രോസിലേക്ക് ഒരു വാണിംഗ് തരുവാണ്. 2 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ ദുരുപദേശകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളിൽ നുഴഞ്ഞ് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് വേണ്ടി തന്നെ ശീഘ്രനാശം വരുത്തുന്നു. അവർ ദുഷ്കാമ പ്രവർത്തികളിൽ പലരെയും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിലും കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ തന്നെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ. അപ്പൊ കള്ളപ്രവാചകന്മാരുണ്ട്, സത്യപ്രവാചകന്മാരുമുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്. അപ്പൊ കള്ളപ്രവാചകന്മാർ പ്രത്യേകം എന്തുവാ? അവർ ദുരുപദേശങ്ങൾ പഠിപ്പിക്കും, വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കും. അവർ ദുഷ്കാമ പ്രവർത്തികളെ ഫോക്കസ് ചെയ്യും. ഏറ്റവും വലിയ കാര്യമാണ് ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ഒരനുഗ്രഹവും പൈസ കൊടുത്ത് മേടിക്കണ്ട. ഒരനുഗ്രഹവും പൈസ കൊടുത്ത്. അപ്പൊ ഞാൻ ഈ സ്വോത്രകാഴ്ച കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും പറയും, ഇത് പിരിവല്ല, ഹൃദയത്തിൽ തോന്നുന്നവൻ വിതയ്ക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്. ഇത് പറയുമ്പോൾ ചിലർ പറയും, അയ്യോ അത് പൈസ മുഴുവൻ പിരിച്ചു. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ പൈസ പിരിക്കുക എന്നല്ല, കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുക. അതല്ലാതെ ഇപ്പോൾ പറയുക, ഒരാൾ പറഞ്ഞതുപോലെ ഒരു പ്രാർത്ഥന വെക്കണം. ഉടനെ അദ്ദേഹം പറയുവാണ്, ഒരു ദിവസം ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് 5000 രൂപ റേറ്റ്, 3 ദിവസം പ്രാർത്ഥന വെക്കണം, 5 എത്രയായി? 25,000 രൂപ. കണ്ടോ? അത് വാണിഭം ചെയ്യുക.
ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രവചനം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. ദൈവം നിങ്ങൾക്കും പ്രവചിക്കുവാനുള്ള കൃപയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, എൻ്റെ അകത്തും പ്രവചിക്കുന്ന കൃപയുണ്ടെന്ന് പറ. എന്റെ അകത്തും ഞാൻ എല്ലാ വർഷവും, നമ്മൾ എല്ലാ വർഷവും ആകെ 2 വർഷമാണ് വന്നത്, 2 പ്രാവശ്യം. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ കൈവെക്കുന്നതിന്റെ കാരണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എൻ്റെ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കാൻ വേണ്ടിയാ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ, ആ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം അവർക്ക് പ്രവചിക്കുവാൻ, അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു വ്യക്തിയിടത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാനും സംസാരിക്കുവാനും എനിക്കും കൃപ ലഭിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കൈവെപ്പ് ശുശ്രൂഷകളെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് എൻ്റെ മേലിട്ടിരിക്കുന്ന ഒരു അഭിഷേകത്തെ നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുവാൻ, ഇവിടെ ശ്രദ്ധിച്ചോണം, കൈമാറ്റം ചെയ്യുമ്പോഴും ദൈവം പകരണം. ഒന്നുകൂടെ ഞാൻ പറയാം, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങളെ അഭിഷേകം ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മ നിയോഗം വളരെ വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥനയ്ക്കായി വന്നിരിക്കുമ്പം നിങ്ങൾ എപ്പോഴും പറയണം, കർത്താവ് എന്നോട് ഇടപെടണം, എന്നോട് ഇടപെടണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇത് പ്രവചനം പേര് വിളിക്കുക ഒന്നും കിട്ടിയില്ലെങ്കിലും അന്ന് കേട്ട വചനമായിരിക്കും നിങ്ങളോടുള്ള പ്രവചനം. 2 രീതിയിലാണ് പ്രവചനം വരുന്നത്. ഒന്ന് തിരുവഴുത്ത് പ്രവചനമാണ്. എന്നോട് എത്രയോ പ്രാവശ്യം വചനത്താൽ ദൈവം സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? വചനത്താൽ എന്നോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ഇനി വചനത്തെ ഉറപ്പിക്കാൻ കൂടെ വേണ്ടിയാണ് ഈ സകല പ്രവചനങ്ങളും. അപ്പൊ വചനത്തിൽ നിങ്ങളെ ഉറയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, കള്ളപ്രവാചകന്മാർ വന്നിട്ട് അവർ ദുരുപദേശം പഠിപ്പിക്കും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു ശുശ്രൂഷയ്ക്കും പൈസ കൊടുത്ത് മേടിക്കരുത്. കാശ് കൊടുത്തിട്ട് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കണമെങ്കിൽ 5000 രൂപ വേണം, 1000 രൂപ വേണം, 500, എത്രയാ റേറ്റ് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും റേറ്റ് പറഞ്ഞാൽ അവിടെ പോകരുത്. ആ കൈവപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനത്തെ കൊണ്ടുവരും. വലിയ പ്രവചനമൊക്കെ ആയിരിക്കാം, പക്ഷെ കാശ് കൊടുത്ത് പ്രവചിക്കുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ പൈസ കൊടുത്ത്, ഇപ്പൊ നിങ്ങൾ തോന്നുക, അയ്യോ ആ പ്രാർത്ഥനയ്ക്ക് ചെന്നിട്ട് ബ്രദറെ എനിക്ക് സുവിശേഷ വില കൊടുക്കാൻ തോന്നുക. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നി കൊടുക്കുന്നതിനെ വിതയെന്നാ പറയുന്നത്. പിടിച്ചു പറിച്ചു മേടിക്കുന്നതിനെ കള്ളപ്രവചനം എന്നാ പറഞ്ഞേക്കുന്നത്. അതിനെ വാണിഭം ചെയ്യുന്നു. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് പഠിപ്പിക്കാൻ കാരണം, വളരെ ശ്രദ്ധിക്കണം. എന്തിനാണ് ദൈവം നിങ്ങളോട് പ്രവചിക്കുന്നത്? പ്രവചിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിങ്ങളെ ദൈവം കാണുന്നുണ്ടെന്നും നമ്മളെ ദൈവം ഉറപ്പിക്കാനും. അതുകൊണ്ടാണ് പ്രവചനം, ഞാൻ ആ വാക്യം ഒന്നും എടുത്തില്ല. പ്രവചനം എന്നതോ ആത്മീക വർധനവിനും പ്രബോധത്തിനും വേണ്ടിയാണ് പ്രവചനം. പ്രബോധനം ഒന്ന് നിങ്ങൾക്ക് വിശ്വാസവും, 2 ആത്മീയ ഒരു നിലത്തിലെ വാക്യം എടുക്കാം. ആരെങ്കിലും പ്രവചിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? പ്രബോധനത്തിനായിട്ടും ആത്മീക വർധനവിനായിട്ടും എന്ത് ചെയ്യുന്നു? പ്രവചിക്കുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ. അപ്പൊ ഇവിടെ നോക്കിയാൽ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ഭയങ്കര സങ്കടപ്പെടാറുണ്ട്, ബ്രദറെ എന്നോട് ദൈവം ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇന്ന് കേട്ട വചനം അപ്പൊ നിങ്ങൾക്ക് പ്രവചനമായി മാറിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിച്ച വചനം ഒരു പ്രവചനമാണ്. അപ്പൊ അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞേക്കുന്നത്, തിരുവഴുത്തിലെ പ്രവചനങ്ങൾ ഒന്നും സ്വയമോയാഖ്യാനത്താ വന്നതല്ല. ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട്, ഓക്കെ, കൊരിന്ത്യലേഖനത്തിലെ വാക്യം ഒന്നുകൂടെ സിസ്റ്റർ ഒന്ന് പ്രൊജക്ട് ഒന്ന് അയച്ചേ, ഞാനൊന്നിപ്പോൾ അതൊന്ന് കാണിക്കാവേ. ആരാ ഇപ്പൊ ആ വാക്യം ഇട്ടത്? ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ നിട്ടേ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ, എനിക്കൊന്ന് ഞാൻ ആ വാക്യം ഒന്നും എടുത്തില്ല. വാക്യം എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ആ വചനം എൻ്റെ മനസ്സിലുണ്ട്. ആ വാക്യം ഒന്ന് കിട്ടാൻ വേണ്ടിയാ, അധ്യായം ഒന്ന് കിട്ടാൻ വേണ്ടിയാ. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. പ്രവചിക്കുന്നവൻ ആത്മീയ വർധനത്തിനും പ്രബോധത്തിനു വേണ്ടിയാണ്. അപ്പൊ പ്രവചിക്കുന്നവന് പ്രബോധനം ഉണ്ടാകണം, പ്രവചിക്കുന്നവൻ ആത്മീയ വർധനമുണ്ട്. അപ്പം ഒരു പ്രവചനം കേട്ടിട്ട് നിങ്ങൾക്ക് സങ്കടം വരയുന്നുണ്ടോ? പേടി വരുന്നവരുണ്ടോ? അങ്ങനെയെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാലുള്ള പ്രവചനമല്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ ആത്മീക വർധനവ് തരുന്നതാണ്. പ്രവചനം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനെ കൊണ്ടുവരും. ഒരു വ്യക്തി പരിശുദ്ധാത്മ നിയോഗത്താൽ ഒരു വ്യക്തി പ്രവചിക്കുമ്പോൾ ആ വ്യക്തി കേൾക്കുന്ന വ്യക്തിക്കകത്ത് ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിന്റെ 1 കൊരിന്ത്യർ 14:3 ആ വാക്യം.
ഞാൻ നിങ്ങൾ വെച്ചത് വെച്ച് എടുക്കുന്നത് കേട്ടോ. ആ വാക്യം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പ്രവചനം എന്താന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാവേ. 1 കൊരിന്ത്യർ 14 അധ്യായത്തിലാണ്. 1 കൊരിന്ത്യർ 14 അധ്യായം നോക്കി. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പൊ ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് വായിക്കുക എൻ്റെ കൂടെ. എന്താണ് പ്രവചനം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നോക്കി, ഇത് ഒരു പ്രവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇത് 3 വരണം. ഇതാണ് ഒറിജിനൽ പ്രവചനം. നോക്കി, ഒറിജിനൽ പ്രവചനം എൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. പ്രവചനം എന്ന് പറഞ്ഞാൽ ആത്മീക വർധനമുണ്ടാകണം, പ്രബോധനം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. നിങ്ങൾ ഇപ്പൊ മരിച്ചു പോകും, നിങ്ങളുടെ ജീവിതം തീരുന്നു, നിങ്ങൾ ചത്തുപോകും, നിങ്ങൾ വണ്ടി ഇടിച്ച് അവസാനിക്കും, നിങ്ങളുടെ വീടിന്റെ മണ്ടയ്ക്കോട്ട് വലിയ വലിയ ലോറി വന്ന് വീഴും, കുടുംബത്തിൽ തലമുറ എല്ലാം ചത്തുപോകും, കുടുംബം മുഴുവൻ നശിച്ച് തീരും എന്നൊക്കെ പ്രവചിക്കുന്നവരുമുണ്ട്. ആ പ്രവചനം ഇതൊക്കെ, അതാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഒറിജിനൽ പ്രവചനം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആത്മീക വർധനവത്തിനും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. അപ്പം ഒരു വ്യക്തി പ്രവചനം കേട്ടാൽ ആ വ്യക്തിക്ക് ആശ്വാസം ഉണ്ടാകും. 2, ആത്മീക വർധനമുണ്ടാകും. ഓ യേശുവേ, ഒരു ബലമകത്തോട്ട് വ്യാപരിക്കും. 2, പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ ആഴത്തിലേക്കൊന്ന് പ്രവേശിക്കുവാൻ, ആ ഉറപ്പിലേക്ക് കയറിപ്പോകുവാൻ ഇടയാക്കും. ഇതാണ് പ്രവചനം. ആമേൻ. ഇനി പ്രവചിക്കുന്ന സമയത്ത് ചിലപ്പം അനർത്ഥങ്ങളെ ദൈവം വെളിപ്പെടുത്തും. അതെന്തിനാണെന്നറിയാവോ? അതിനെ വെട്ടിമാറ്റാൻ വേണ്ടിയാ. അതും ഒരു പ്രവചന അഭിഷേകത്തിന്റെ അകത്തുണ്ട്. ചില കാര്യങ്ങളെ വെളിപ്പെടും. ചില കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വെളിപ്പെട്ടതിനെ വെട്ടിമാറ്റുവാനും എന്തുണ്ട്? അധികാരമുണ്ട് പ്രവചിക്കുന്നയാൾക്ക്. ആമേൻ. അപ്പൊ പത്രോസ്ലീഹ പറയുകയാണ്, ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പരിശുദ്ധാത്മ നിയോഗത്താൽ വെളിപ്പെടുന്നതാണ്. നമ്മുടെ ഈ കൂട്ടായ്മയെ ദൈവം നിർത്തിയിരിക്കുന്നത് ഒരു പ്രവചന ശുശ്രൂഷയുടെ അകത്താണ്. ഈ കൂട്ടായ്മ, അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയിൽ വചനവും പ്രവചനവും ഒരേപോലെ വരുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയത്തില്ലേ, ചില സമയത്ത് ഇന്ന രോഗത്തെ യേശുത്തോട്, നമ്മളൊരു സഹോദരി കേട്ടതുപോലെ, നിങ്ങൾ ആ കോട്ടയത്ത് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു, ഒരു ടിവിയുടെ അടുത്ത് വന്നുകൊണ്ട് കാല് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ കാലിന്റെ മേൽ ഒരു വട്ടത്തിൽ എന്തോ കറുത്ത പാടുപോലെ നിൽക്കുന്നു, എന്തോ ഒരു അസ്വസ്ഥ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തി യേശു തൊടുന്നു, ഇന്ന് കർത്താവിന്റെ അത്ഭുതം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു സഹോദരി ഏറ്റെടുത്തു. എൻ്റെ ഭർത്താവായിരുന്നു ടിവിയുടെ അടുത്ത്, ഇപ്പൊ ഇരിക്കുവാണ്, ആള് സോഫ സെറ്റിയെ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലെ ഞങ്ങൾ പോയി കൈവച്ചു പ്രാർത്ഥിച്ചു. ആ ആന്റിയും സഹോദരനും കൂടെ കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് വന്ന ആദ്യത്തെ പ്രാവശ്യമാണ്, രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അറിയത്തില്ല. എത്ര പേര് ഇത് കേട്ടതോ ആരെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ലൈവ് കിടപ്പുണ്ട് കോട്ടയത്തിന്റെ, ഓർമ്മയുണ്ടോ? ആ സഹോദരി ഫ്രണ്ടിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഹസ്ബൻഡിന് വേണ്ടി. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? കേട്ട ആരെങ്കിലും ഉണ്ടോ ഇന്നത്തുനിന്ന്? ആമേൻ. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ കോട്ടയത്തിൽ ലൈവ് പ്രാർത്ഥന കിടപ്പുണ്ട്. ആദ്യത്തേതാണോ രണ്ടാമത്തെ ഒരു കൺഫ്യൂഷൻ മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ അകത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അവിടുത്തെ അച്ചായം TV കാണുന്ന സമയത്ത് കാല് പൊക്കി വെച്ചോണ്ടിരിക്കുമ്പോൾ ആ കാലിൽ ഒരു രോഗത്താലുള്ള ഒരു പാട്, ഇങ്ങനെ കറുത്ത പാട് നിൽക്കുന്നു. അതിപ്പോ യേശു സൗഖ്യമാക്കുന്നു. അത് തമ്മിൽ രോഗത്താൽ ഭാരപ്പെടുവാണ്, ആ രോഗത്തെയും യേശു സൗഖ്യമാക്കുന്നു പറഞ്ഞ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പാട് തന്നെ മാഞ്ഞുപോയി. കണ്ടോ? ആ പാട് തന്നെ മാറിപ്പോയി. അപ്പോൾ 2 കാര്യമാണ് പ്രവചനത്താലുള്ള രോഗസൗഖ്യം. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് എന്താണെന്നറിയാവോ? എൻ്റെ ദൈവം എന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ പ്രവചനം എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ച് മരിച്ചു പോകുമെന്ന് പറയുന്നത് അല്ല പ്രവചനം. നിന്റെ ജീവിതത്തിന്റെ അകത്ത് വലിയ തകർച്ചയുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെ പ്രവചനങ്ങളുണ്ട്. നീ രോഗം മാറത്തില്ല, നീ മരിച്ചു പോകുമെന്ന് ഏലിയാവ് പറയുന്നുണ്ട്. നിന്റെ രോഗം മാറത്തില്ല, നീ മരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് പഴയ നിയമത്തിലെ പ്രവചനമാണ്. അപ്പൊ പഴയ നിയമത്തിലെ പ്രവചനവും പുതിയ നിയമത്തിലെ പ്രവചന വ്യത്യാസം എന്താണെന്നറിയാവോ? പഴയ നിയമത്തിൽ യേശുവില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നു. എന്നാ വ്യത്യാസം എന്നറിയാവോ? യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകാതെ, ഞാൻ നശിക്കത്തില്ല യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്. അപ്പം എന്നെ നോക്കിയ ഒരാൾ പ്രവചിക്കുക, നീ വണ്ടി ഇടിച്ച് അവസാനിക്കും എന്ന് പറഞ്ഞാൽ ഏക്കത്തില്ല. അത് പിശാചിന്റെ ആഗ്രഹമാ വെളിപ്പെടുത്തുന്നത്. പറയണം, എൻ്റെ കൂടെ പറഞ്ഞ് വചനമാകുന്ന പ്രവചനം പറയുന്നു, ഞാൻ ഒരു നാളും നശിക്കത്തില്ല. എൻ്റെ കൂടെ ഉറക്കെ പറ, നാശമൊക്കെ ഇറങ്ങിപ്പോട്ടെ.
വചനമാകുന്ന പ്രവചനം പറയുന്നത് ആമേൻ. അപ്പൊ ഇത് ഭാവിയാണ്. എന്റെ ഫ്യൂച്ചറിനെ ഞാൻ സെക്യൂർ ആക്കുവാണ്. നമ്മൾ പറയത്തില്ല ലോൺ, നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കും പറയത്തില്ല, ഇൻഷുറൻസ് എടുക്കുക, ആരെല്ലാം മരിച്ചു പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാമല്ലോ, നമ്മൾ സെക്യൂർ ആക്കും അല്ലേ. എന്നാൽ വചനം കൊണ്ട് നമ്മൾ സെക്യൂർ ആക്കുക, നമ്മുടെ ഭാവിനെ നശിക്കത്തില്ല. പ്രളയം വന്നാലും ഭൂമികുലുക്കം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഇനി എന്നാ യുദ്ധം വന്നാലും എന്നാ വലിയ പ്രശ്നം വന്നാലും എൻ്റെ കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാനും എൻ്റെ കുടുംബവും ഒരു നാളും നശിക്കത്തില്ല. ആരാ പറഞ്ഞത്? ബൈബിൾ പ്രവചിക്കുന്നു എന്നെ പറ്റി. അപ്പൊ ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. രണ്ട് പ്രവചനമാണ് പറഞ്ഞത്. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, പ്രവചിക്കുന്നവനോ മനുഷ്യനോട് പ്രവചിക്കുന്നു. ഈ പ്രവചനത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനോടുള്ള പ്രവചനമാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് വേണ്ടി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പേരുകൾ വെളിപ്പെടുന്നതും നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വസ്തുക്കൾ. ഇന്ന് നമ്മൾ കേട്ടില്ല, മൈസൂര് പോയിട്ട് വന്നപ്പോൾ മേടിച്ചു വെച്ച സാധനം അടുക്കളയ്ക്കകത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അതെന്ത് പ്രവചനമാണ്. കഴിഞ്ഞ ദിവസത്തിൽ സൗകര്യക്കൊണ്ട് ഇടപെട്ട സമയത്ത് എനിക്കത് പറയുമ്പോൾ തന്നെ പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്, ദൈവമേ ആൾക്കാർ എന്നാ ചിന്തിക്കുമെന്ന്. എൻ്റെ മനസ്സിൽ ബുദ്ധി എന്നോട് പറയും, പക്ഷെ ഞാൻ ബുദ്ധിയെ മൈൻഡ് ചെയ്യാറില്ല. ഓർക്കുന്നുണ്ട് ഒരു സാക്ഷ്യം, ഒരു അടുക്കളയ്ക്കകത്ത് ആ സൗകര്യം നിൽക്കുന്ന സ്ഥലത്തായിട്ട് തന്നെ ഇടതുവശത്തായിട്ട് തന്നെ മൂന്നോ നാലോ നാരങ്ങ ഒരു കവറിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയെ യേശു ഇപ്പോൾ തൊടാൻ വേണ്ടി പോകുന്നു. എന്തോ ഒരു പേരും കൂടെ കർത്താവ് വെളിപ്പെടുത്തി. എത്ര പേര് ആ പ്രവചനാലോചന കേട്ടായിരുന്നു? ഇത് മനുഷ്യനോട് പ്രവചിക്കുന്നതാണ്. ഇത് മനുഷ്യനോടുള്ള പ്രവചനമാണ്. ബൈബിൾ അതും വിശ്വാസമുള്ള പ്രവചനമാണ്. രണ്ട് തരം പ്രവചനമാണ്. ഒന്ന് നിങ്ങളെ വ്യക്തിപരമായി ഫോക്കസ് ചെയ്യുന്ന പ്രവചനമുണ്ട്. രണ്ടും തമ്മിൽ മാറിപ്പോവല്ലേ. ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ അച്ചട്ടായിട്ട് വെച്ചിരിക്കുന്നതാണ് പ്രവചനം. ഇനി അതിലേക്ക് എന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ പ്രവചനം. രണ്ടാമത്തെ പ്രവചനമാണ് വ്യക്തിപരമായിട്ട് ഓരോ വിഷയങ്ങളെ തൊടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീടിനകത്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷയങ്ങളെ ഇടപെട്ട് നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് ഇരിക്കുന്ന വ്യക്തികൾ, ഇന്ന സാധനം ഇതിൻ്റെ അകത്തിരിക്കുന്നു, ഇന്ന വസ്തുക്കൾ ഇതിൻ്റെ അകത്തിരിക്കുന്നു, അങ്ങനെ ഓരോരോന്നും വെളിപ്പെടുന്നത് നിങ്ങളെന്ന വ്യക്തിയെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് 1000 പേരുടെ ഇടയിൽ നിങ്ങളെന്ന വ്യക്തിയെ ചൂണ്ടുക ദൈവം. അല്ലാതെ നിങ്ങളുടെ ബാഗിൻ്റെ അകത്ത് സാധനം മൊത്തം നിങ്ങൾ ആർക്കെങ്കിലും ഫോട്ടോ അയച്ചു കൊടുക്കും. എന്നാ ബ്രദറെ എൻ്റെ ബാഗിൻ്റെ അകത്ത് ഇന്നതൊക്കെ ഇരിപ്പുണ്ട്, ബ്രദർ പറഞ്ഞ പോലെ സാധനമൊക്കെ ഇരിപ്പുണ്ട്, അന്ന് പ്രവചിക്കാൻ പറയാൻ പറ്റി നടക്കത്തില്ല. ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇന്ന് മുതൽ ഞാൻ എല്ലാ വീട്ടിലും കയറി പ്രവചിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞാൽ അതും നടക്കത്തില്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലാണ്. വിശ്വാസ ജീവിതം നെകള ജീവിതമല്ല. വിശ്വാസ ജീവിതം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നെകളിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരവസരം കിട്ടിയാൽ ദൈവം തരുന്നത് അവസരം. ഒരു പാട്ട് പാടാൻ ബ്രദറെ ആകെ എനിക്കൊരു കൈയടിച്ച് പാടാനേ പറ്റുള്ളൂ, മതിയെന്നേ. എൻ്റെ അടുത്തിരുന്ന സഹോദരന് വേണ്ടി ഞാൻ കൈവച്ചു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത് വലിയ ഭാഗ്യമാണ് കേട്ടോ. ഒരു വ്യക്തി തകർന്നിരിക്കുമായിരുന്നു. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, യേശു നിന്റെ ജീവിതത്തെ മാറ്റും. അത് വലിയ ഭാഗ്യം. അത് പറയാൻ കർത്താവ് നിങ്ങളുടെ നാവിനെ ഉപയോഗിച്ചു. ഓ ഹല്ലേലൂയ. അതൊക്കെ വലിയ ദൈവം നിങ്ങളെ അല്ലാതെ നിങ്ങൾ മിടുക്കുകൊണ്ട് പറഞ്ഞൊന്നും അല്ല. നമ്മൾ വല്ല മിടുക്കന്മാർ വല്ലതാണോ? നിങ്ങളിപ്പോൾ ബസ്സിൽ പോകുന്ന വഴിക്ക് ഒരു സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുക, വിഷമിച്ചിരിക്കുക. ഞാൻ ഇന്നാളൊരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ എനിക്കൊന്നത് പാലക്കാട് വെച്ചോ എന്തോ ഇപ്പോഴും ഓർക്കുന്നത്, ഞാൻ സാക്ഷിയോടൊന്ന് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. പാലക്കാട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരി ഒന്നുകൊണ്ട്, ഒരു അടുത്ത് വന്ന് ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുന്ന ഒരു ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരിയല്ല. ക്രിസ്തു മതത്തിലുള്ള മതമെന്ന് ഞാൻ പറയാൻ കാരണം മറ്റൊരു സമുദായത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന സമയത്ത് ഈ സഹോദരി നമ്മുടെ പ്രാർത്ഥനാ സമയത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ ഇവർ രണ്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിച്ചു, എന്നാ പറ്റി വിഷമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാൽ, ഞാൻ ദേ ഒരു ബ്രദറിൻ്റെ മെസ്സേജ് കേൾക്കുക, നല്ലൊരു ബ്രദറാണ്. നല്ലൊരു ബ്രദർ എന്ന് പറഞ്ഞാൽ വചനം ഇഷ്ടപ്പെട്ടു. ബ്രദർ ആരാന്നോ പേര് നിങ്ങൾക്കറിയാം, എൻ്റെ പേരൊന്നും താഴെ പോകുന്നൊന്നുമില്ലല്ലോ, നിങ്ങളുടെ പ്രയർ ലൈൻ നമ്പർ അല്ലാതെ വേറൊന്നും പോകുന്നില്ല. ബ്രദറിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ആ സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഈ വചനം കേൾക്ക് വിടുവിക്കും. അങ്ങനെ അവർക്ക് പ്രയർ ലിങ്ക് അയച്ചു കൊടുത്തു. ദൈവകൃപയാൽ ആ സഹോദരി ഒളിച്ചും പാത്തുമൊക്കെ പ്രാർത്ഥനയ്ക്കത്. പക്ഷേ ദൈവം പല കാര്യങ്ങളെ വെളിപ്പെടുത്തി. നോക്കിക്കേ. അപ്പം നമ്മളെ കർത്താവ് ഫോക്കസ് ചെയ്യും. ഇപ്പം നിങ്ങൾ എന്നെ നിർബന്ധിക്കുക, പ്രവചിക്കൂ, ഇത് ഒരിക്കലും നടക്കത്തില്ല.
അത് ബുദ്ധിയിൽ നിന്ന് വന്നാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ, എന്നെ നിർബന്ധിച്ചാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വായി തോന്ന് വിളിച്ചു പറയാൻ വേണ്ടി അല്ല നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ശുശ്രൂഷയിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ മാത്രമല്ല ഏത് ശുശ്രൂഷകനെയും നിങ്ങളൊരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കുക. അവർക്ക് മാക്സിമം റിലാക്സ് ചെയ്യാൻ അവസരം കൊടുക്കുക, നന്നായി ശുശ്രൂഷിക്കുവാൻ അവരെ സഹായിക്കുക. അങ്ങനെയെങ്കിൽ അവർ മൈൻഡ് റിലാക്സ്ഡ് ആകുമ്പോൾ ദൈവശബ്ദം കൂടുതൽ നിങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുവാനിടയായിത്തീരും. 2019 ഞങ്ങൾക്ക് 2019 അല്ല 2020 എനിക്ക് വന്ന പ്രശ്നം ഉണ്ടായ സമയത്തിൽ ഞങ്ങളുടെ ലൈഫിലെ സാക്ഷ്യം മൻസൂർ സിസ്റ്റർ പറഞ്ഞായിരുന്നു. 2022 ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥന പെട്ടെന്ന്, നമ്മൾ ന്യൂ ഇയറിൻ്റെ ടൈം, ഡിസംബർ ലാസ്റ്റ് സമയം, അപ്പോൾ പ്രാർത്ഥന പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് തീരട്ടെ എന്ന് നിൽക്കുന്ന സമയത്താണ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരെയും നോക്കി പ്രവചിക്കുവാൻ കർത്താവ് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് അന്ന് ഇത്രയും പേര് നമ്മളില്ല, 40-50 പേരുണ്ട് ഉള്ളായിരുന്നു. അങ്ങനെ എത്ര പേര് ആ ദിവസം ഓർക്കുന്നുണ്ട്? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പ്രവചിച്ചൊരു ദിവസം. അതിന്റെ 70 പേരെ ഉണ്ടായിരുന്നു. അന്ന് 70 പേരുണ്ടായിരുന്നു അല്ലേ? ഡിസംബർ 31, 2022 ഡിസംബർ 31. 2022 ഡിസംബർ 31. അതെ, 70 പേര്. അല്ല, ഡിസംബർ അല്ല, 2022 23 ഡിസംബറാ. 23 ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പൊ അന്ന് എല്ലാവർക്കും വേണം. അപ്പൊ അന്ന് എന്റെ മനസ്സ് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല. ഞാൻ മാനസികമായിട്ട് ആ ഒരു പ്രശ്നത്തിന്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ഒരു പീക്ക് പോയിന്റിൽ എത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, എല്ലാ 70 പേരെ നോക്കി പ്രവചിക്കുക, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രവചിക്കാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഓർത്തോണം, നമ്മൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യണമെന്ന് തീരുമാനത്തിരിക്കുന്ന ബുദ്ധി, പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഡോമിനേഷൻ അവിടെ വെളിപ്പെട്ടു, ആത്മാവിൻ്റെ കൺട്രോൾ അവിടെ വെളിപ്പെട്ടു. ആ 70 പേരോടും ആ പ്രാർത്ഥന തീരുന്നത് വരെ, എനിക്ക് എത്ര നേരം നീണ്ടത് എനിക്കറിയത്തില്ല, സമയം പോലും ഞാൻ ഓർക്കുന്നില്ല. അത്ര മണിക്കൂർ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് അവർക്ക് വേണ്ടി പ്രവചിക്കുവാൻ ദൈവം, അതിൻ്റെ അകത്തൊരു സാക്ഷ്യം. അതിനുശേഷം 2020 തീരുന്നതിന് മുമ്പ് നമ്മൾ ഒത്തിരി സാക്ഷ്യവും കേട്ടു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ആ കേട്ടതുപോലെ നിവർത്തിച്ച് ദൈവം കൊടുത്ത സാക്ഷ്യങ്ങൾ. ആമേൻ. ഇന്നും നടക്കാൻ പോകുന്ന സാക്ഷ്യമുണ്ട്. അത് കേട്ടവർക്ക് ഇപ്പോഴും നടക്കാത്തവരുമുണ്ട്. നടന്ന 100 കണക്കിന് സാക്ഷ്യവും നമ്മൾ കേട്ടു. നോക്കിക്കേ, അപ്പൊ നമ്മുടെ മാനസികാവസ്ഥയല്ല ദൈവം നോക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളാണ്. അതുകൊണ്ടാണ് കൂട്ടായ്മയെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. ഞാൻ വണ്ടിക്കൂലിയും മുടക്കി വന്നു, എന്തൊരു പാടാ, ബ്രദറിനെ കാണാനും പറ്റിയില്ല, എന്തും തള്ളും ബഹളമായിരുന്നു, അവിടെ ഒന്നും ദേഷ്യപ്പെടരുതേ, നിങ്ങൾക്കുള്ളോ ദൈവം തന്നിരിക്കും, അങ്ങനെ പറഞ്ഞു. അവിടെ നിങ്ങൾ ഗുസ്തി പിടിക്കാൻ നിൽക്കണ്ട, അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ദൈവം ഇടപെടുവന്നേ, ദൈവം സംസാരിക്കും നിങ്ങളോട്. അത് മനുഷ്യന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവിന്റെ കർത്താവിന്റെ കൃപയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ മിടുക്കായിട്ടൊന്നുമല്ല. ബൈബിളിന്റെ ABCD എനിക്കറിയത്തില്ല, തിയോളജി ഞാൻ പഠിച്ചിട്ടില്ല, ആത്മീയ പിതാക്കന്മാർ എനിക്കില്ല, സ്പിരിച്വൽ ഫാദേഴ്സോ ഫോർഫാദേഴ്സോ നമുക്ക് സപ്പോർട്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താലാണ് ദൈവം നമ്മളെ നടത്തുന്നത്. ഇവിടെ നോക്കി, പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിനും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ആ പ്രവചനത്തിന്റെ വരം എനിക്ക് വേണമെന്ന്? ഞാൻ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. അത് വേണമെന്ന് പറഞ്ഞൊരു ശ്രദ്ധിച്ചോണം. എന്തിനാ അത് നൽകുന്നറിയാവോ? നിങ്ങളെ മിടുക്കനാക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ ഉയർത്താൻ വേണ്ടിയല്ല, യേശുവിനെ ഉയർത്താൻ വേണ്ടി. ഒരാളോട് പ്രവചിക്കുമ്പോൾ എന്താ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ആ ഒരു പറയുന്നത് പോലെ, ഞാൻ സഹോദരിയുടെ സാക്ഷ്യത്തിനകത്ത് പറയുന്നുണ്ട്, ആ ഒരു അമ്മയുടെ പേര് പറഞ്ഞു, അമ്മയുടെ മോളെ കർത്താവ് തൊടാൻ വേണ്ടി പോകുന്നു, ആ മോളുടെ ജീവിതത്തിൽ വലിയൊരു അനർത്ഥം വരുന്നു, ആ ആൾക്കാരെല്ലാം വീടിൻ്റെ മുന്നിൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ആ വ്യക്തിയെ തുടർന്ന് പറയുമ്പോഴേക്കും ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? ഉടനെ പറഞ്ഞു, എൻ്റെ ചേച്ചിയുടെ മോളാണ് ആ പേര് വെളിപ്പെട്ടത്, അവളുടെ വിഷയം ഇങ്ങനെയൊക്കെയാണ്. അവരെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞു, നീ പ്രഗ്നൻ്റ് ആകരുത്, ആയാൽ നീ ആ കൊച്ചിനെ കൊല്ലും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നീ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്, ഡിപ്രഷനിലേക്ക് നീ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് പിശാചിന്റെ തന്ത്രമായിരുന്നു, അവൻ്റെ ആഗ്രഹം തലമുറയെ കൊല്ലണമെന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം ആ മകള് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കണമെന്നാണ്. അതുകൊണ്ട് ദൈവം പ്രവചിച്ചു. അപ്പൊ എന്തിനാ ഇത് തരുന്നത്? രക്ഷപ്പെടുത്താൻ വേണ്ടി, അനേകരെ സഹായിക്കാൻ വേണ്ടിയാ. ഞാൻ ചോട്ടെ, പ്രവചനം കേട്ട് ജീവിതത്തിന്റെ അകത്ത് അത്ഭുതം ഉണ്ടായവർ ഇപ്പൊ ഈ പ്രാർത്ഥന വല്ലവരും ഉണ്ടോ? പ്രവചനം കേട്ടിട്ട്
ആമേൻ. ഉണ്ട് ബ്രദർ. അപ്പൊ ഇതാണ് പ്രവചനവരം. വെറുതെ കേൾക്കുവല്ല, നിങ്ങളുടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ആശ്വാസം എന്ന വാക്ക്. ആശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാരങ്ങളെ എടുത്തു മാറ്റിയെന്നതിന്റെ അർത്ഥം. അതൊരു പ്രവാചക അഭിഷേകത്തിന് കഴിയും. ഭാരങ്ങളെ എടുത്തു മാറ്റുവാൻ കഴിയും. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞില്ല, എനിക്ക് കിട്ടിയത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ഇരുന്ന് പ്രാർത്ഥിച്ചതൊന്നുമല്ല, ദൈവം തന്നതാണ്. ഇത് ദാനമാണ്. എനിക്കോ നിങ്ങൾക്കോ ദൈവം അത് തരുന്നുണ്ടെങ്കിൽ അത് ദാനമാണ്. പക്ഷെ ഒരാഗ്രഹം മനസ്സിൽ വേണേ, ഞാൻ യേശുവിനെ ഉയർത്തും, ഞാൻ യേശുവിനെ ഉയർത്തും, ഞാൻ കർത്താവിനെ ഉയർത്തും. ഇതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം. ഇതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ 500 സംതിങ് ആൾക്കാർ കയറുന്നുണ്ട്, ലൈവിലും ഉണ്ട്. ഞാൻ പ്രവചിക്കാൻ വേണ്ടി പോവാ, 1000 രൂപ വെച്ച്, ഒരാൾ 5000 രൂപ വെച്ച് തന്നേ പോട്ടെ, വേണ്ട 1000 വെച്ചോട്ടെ, 1000 രൂപ വെച്ച് തന്നാലേ ഞാൻ പ്രവചിക്കും. നിങ്ങൾ എവിടുന്നേലും കൊണ്ടുതരും 1000 രൂപ. കാരണം നിങ്ങൾക്കറിയാം ദൈവം ഇടപെടുന്നത്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്നാണെന്നറിയാവോ? 2 ദിവസത്തേക്ക് ഈ വണ്ടി ഓടുമായിരിക്കും, 3-ാം ദിവസം ആ വണ്ടി പിന്നെ പിശാച് ഏറ്റെടുത്തോളും. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. അവരുടെ കൂടെ പോകുന്നവരുടെയും ഗതി അതോ ഗതിയാണ്. അവർക്കുള്ള ന്യായവിധി ഓൾറെഡി വന്നു കഴിഞ്ഞു. അവർ ദുർവ്യാഖ്യാനം ചെയ്യും. അവിടുന്ന് ഇവിടുന്ന് എല്ലാം വചനം പെറുക്കിക്കൊണ്ട് വന്നിട്ട്, നിന്റെ ജീവിതത്തിൽ വലിയ നാശം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു, നിന്റെ കുടുംബം കുട്ടിച്ചോറാകാൻ വേണ്ടി പോകുന്നു, നിന്റെ തലമുറ നശിക്കാൻ വേണ്ടി പോകുന്നു, അവർ വണ്ടി ഇടിച്ച് മരിച്ചു പോകും. ഇങ്ങനെ പ്രവചിക്കുന്ന ആളുകളെ എപ്പോഴും ഓർത്തോണം, അത് ആശ്വാസമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, മരണഭയമാണ്. അതാണ് പിശാചിന്റെ ആഗ്രഹം, എന്നെ മുടിപ്പിക്കണം. അവിടെ അങ്ങനെ പ്രവചിക്കുന്ന പ്രവചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോണം. അവിടെ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നേ ആ കാശ് വരെ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലിനാൽ ബന്ധിക്കപ്പെട്ടു പോകും. ആമേൻ. അപ്പൊ ശ്രദ്ധിച്ചോണേ. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രവചനം വരുന്നതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നിങ്ങളുടെ ഉള്ളത്തിലെ ആഗ്രഹത്തെ ദൈവം മാനിക്കും. നമ്മളെ മിടുക്കനാക്കാൻ വേണ്ടി അല്ല കേട്ടോ, യേശു ക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന്. ഒരു കർത്താവ് ഒരു വരം തരുന്നത്, പ്രവചന വരം തരുന്നത് സുവിശേഷം വ്യാപ്തിക്ക് വേണ്ടിയാണ്. ഇത് കിട്ടിയിട്ട് ചുമ്മാതിരിക്കല്ലേ. ഞാൻ ബ്രദർ ഒത്തിരി കാഴ്ച കാണുന്നുണ്ട്. ചിലരുണ്ട് കണ്ടിട്ട്, എനിക്കറിയാവുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി സ്വപ്നം ഇങ്ങനെ കാണും. സ്വപ്നം കണ്ടിട്ട് എല്ലാ ദിവസവും വിളിയാ, ബ്രദറെ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു, ബ്രദർ ഒന്ന് എനിക്ക് വ്യാഖ്യാനിച്ചു തരാമോ? അപ്പം ഞാനത് പ്രാർത്ഥിച്ചു, കർത്താവ് കാണിച്ചു. പിന്നെയും വിളിക്കും, എല്ലാ ദിവസവും ഓരോ സ്വപ്നം കണ്ട് വ്യാഖ്യാനം. അപ്പം ഞാൻ പ്രാർത്ഥനയെ കയറാൻ പറ്റുന്നു, അയ്യോ ബ്രദർ റേഞ്ച് ഇല്ല, ഞാൻ തട്ടുമ്പുറത്ത് കയറി നിൽക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒത്തിരി എക്സ്ക്യൂസുകളാണ്. അപ്പം ഞാൻ മോളിപ്പോൾ എന്താ ഇരുന്നത്, മോൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുക. അവള് ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി തലകുത്തി നിന്നിട്ടാണെങ്കിലും പഠിക്കും. കണ്ടോ? വേണമെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കയറി എന്ത് ചെയ്യുക, റേഞ്ച് നമുക്ക് പിടിക്കാം. പക്ഷേ പ്രാർത്ഥനയല്ലേ. ഞാൻ പറഞ്ഞ സഹോദരി, ഇന്ന് മുതൽ നിർത്തിക്കൂ. നിങ്ങൾക്ക് കർത്താവുമായിട്ട് ബന്ധമില്ല എങ്കിൽ എത്ര പ്രവചനം കേട്ടിട്ടും കാര്യമില്ല. ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ പ്രവചനം നിങ്ങളെ തൊടും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത്, കോട്ടയത്ത് ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയ സമയത്ത് ഒരു സഹോദരി അവിടെ വന്നാകെ ആ പ്രാർത്ഥന എനിക്ക് വന്ന് 2-3 പേരേ ഉള്ളൂ. രാത്രി സമയത്തൊരു പ്രാർത്ഥന. അപ്പം എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ പയ്യെ പാട്ടൊക്കെ പാടി അവർ നിർത്താനുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വന്നത്, യാദൃശ്ചികമായിട്ട് അവിടെ ചെന്നതാണ്. അപ്പം ഞാൻ ഓർത്തു 2-3 പേരുള്ള, രാത്രി ഒത്തിരി ലേറ്റായി, വലിയൊരു കോട്ടയത്ത് ഉൾപ്രദേശത്തിലൂടെ പോയത്. അപ്പം പെട്ടെന്നുള്ള നമുക്ക് തിരിച്ചുള്ള ധൃതി ഉണ്ടല്ലോ മനസ്സിൽ. ഒരു സഹോദരി അവിടെ വന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആ മകളെ നോക്കി പ്രവചിക്കുക. അവള് പക്ഷെ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു ജോലി സ്ഥലത്ത് വലിയ ഭാരപ്പെടുവാണ്. ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി പേപ്പർ സ്ഥിരതയോടെ, അതായത് നിന്റെ ജോലി സ്ഥിരമാക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ആ സഹോദരി ഞാൻ ആദ്യമായിട്ട് കാണുവാണ്, എന്നെ ആദ്യമായിട്ട് കാണുവാണ്. ഞാൻ അവിടെ യാദൃശ്യമായിട്ട് വന്നതാണ്. പക്ഷെ ആ മകളെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവം ജോലി എടുക്കുന്ന ആളാണോ? ദൈവം ജോലി. ആ മകളുടെ ഭാരമായിട്ടിരിക്കുമായിരുന്നു അവിടെ. അതിനോട് പറയും, ബ്രദറെ എനിക്ക് യൂണിയൻകാരില്ല, രാഷ്ട്രീയക്കാരില്ല, ബന്ധുക്കാരില്ല, ഞാൻ അവിടെ ഭാരപ്പെട്ടിരിക്കുക, ആ ജോലി സ്ഥിരമായി കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിറ്റേ പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ബ്രദറെ ആ പേപ്പറുമായിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ദൈവം ജോലി തന്നു. 10 വർഷമായിട്ട് പുറകെ നടന്നതാണ്, പക്ഷെ ഒറ്റ പ്രവചനത്താൽ ദൈവം അത് തുറന്നു. അപ്പം ദൈവം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ പ്രവചന വരത്തിലൂടെ എന്ത് ചെയ്യും? തുറക്കും. അതിൻ്റെ അകത്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കും. അപ്പം ഈ ദിവസങ്ങളിൽ ഇത് കേട്ടോണ്ടിരിക്കരുത്. ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, നിങ്ങളിൽ ഇത് ആക്റ്റീവ് ആകും. ഈ ദിവസങ്ങളിലൊക്കെ ആഗ്രഹിച്ചോണേ. വരും ദിവസങ്ങളിൽ നിങ്ങളിലൂട്ട് വലിയൊരു പകർച്ച ഉണ്ടാകാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള ഒട്ടുമുക്കാലും സഹോദരന്മാരിലിട്ട് അത് നമ്മുടെ കൂടെയുള്ള പ്രാർത്ഥനയുള്ളവരുടെ മേലേക്ക് ആ ഒരു പ്രവചനത്തിൻ്റെ പകർച്ച
ഒത്തിരി ആൾക്കാരിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സന്തോഷിക്കുക. ഒത്തിരി ആൾക്കാർ ബ്രദറെ എനിക്കും ഇപ്പം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഇത് പറയുന്ന പറയും, വീട്ടിൽ ഇരിക്കരുത്, ഇത് കിട്ടിയിട്ട് വീട്ടിൽ ഇരിക്കരുത്. ഒത്തിരി ആൾക്കാർ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, എനിക്ക് ഒരസൂയമില്ല. ഇനിയും അത് കേൾക്കുന്ന സന്തോഷം. ഒത്തിരി ആൾക്കാർക്ക് അത് പകർന്ന് കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കി. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ നാളെ കൊണ്ടുവന്ന് 2 ലക്ഷം രൂപ തന്നേക്കാൻ പറഞ്ഞത് എനിക്കും കൂടെ തന്നേക്കാൻ പറഞ്ഞാൽ ആ 2 ലക്ഷം രൂപ പോയെന്ന് കൂട്ടിയാൽ മതി, കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ എനിക്കും കൂടെ വേണം അപ്പാ. അനേക തകർന്ന ആ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ആ തകർന്ന മകളുടെ ജീവിതം കൊണ്ട് അവൾക്ക് ഡോക്ടർ പറഞ്ഞു കേട്ടില്ല, നീ കൊച്ചിനെ കൊല്ലും, നിനക്ക് ഡിപ്രഷന്റെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളെ രക്ഷിക്കാൻ എനിക്ക് വേണം യേശുവേ. തലമുറകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന തലമുറകളെ വിടിവിക്കാൻ എനിക്ക് വേണം യേശുവേ. കുടുംബം ചെതറിക്കിടക്കുന്ന ഭവനങ്ങളെ വിടിവിക്കാൻ എനിക്ക് പ്രവചനവരം വേണം കർത്താവേ. കൃപാവരങ്ങൾ വേണം യേശുവേ. ഒന്ന് ആഗ്രഹിച്ച് തമ്പുരാൻ തുറക്കും നിങ്ങളുടെ മേൽ. അതാണ് പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല, പരിശുദ്ധാത്മ നിയോഗത്താൽ വെളിപ്പെടുന്നതാണ്. മറക്കരുതേ, പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും പ്രാർത്ഥന വെക്കുന്ന സമയത്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കൈവെപ്പ് ശുശ്രൂഷ ഞാൻ എല്ലാവർക്കും വേണ്ടി കൈവച്ചിട്ട്, എൻ്റെ കൈ അതേപോലെ ഞാൻ നിന്ന് എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് കാണാൻ പറ്റുമായിരുന്നു, എൻ്റെ കാലിൽ നീര് വെച്ചു. എന്നിട്ട് പോലും എൻ്റെ മനസ്സിലൊരാഗ്രഹം, ദൈവാത്മാവോട് പറഞ്ഞു എല്ലാവരുടെ മേലും കൈവെക്കണം, എല്ലാവരുടെ മേൽ കൈവെക്കണം. കാര്യം ആ കൈവെപ്പ് ശുശ്രൂഷയുടെ മേലൊരു പകർച്ചയെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എനിക്കും ആദ്യ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായിരുന്നു, ബ്രദർ നീര് വെച്ച കഥ പറയാൻ വേണ്ടിയാണ് ബ്രദർ വന്നേക്കുന്നത്. അല്ല, എൻ്റെ ആദ്യ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും ക്രൗഡായിട്ടുള്ള ഒരു കൂട്ടത്തിൻ്റെ മേലോട്ട് കൈവെക്കുന്നത്. 1-2 വ്യക്തികൾക്ക് വേണ്ടി കൈവച്ചിട്ടുള്ളതല്ലാതെ ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി കൈവച്ചു പ്രാർത്ഥിക്കുവാൻ, വ്യക്തിപരമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒറ്റ കാര്യം, ദൈവം പറഞ്ഞ ഒറ്റ നിയോഗം, കൈവെപ്പ്. ഇനി വരുന്ന മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ കൈവെപ്പ് ശുശ്രൂഷകൾ വെക്കും. കാര്യം ഏത് സമയത്താണ് നിങ്ങളുടെ മേലേക്ക് ആ പകർച്ച വരുന്നത്, അത് വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊരു വ്യക്തി എവിടെയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി വരും. അവരോട് പറയാൻ പറ്റും, ദേ നിന്റെ വിഷയം എവിടെയാണ് ബ്ലോക്കായി നിൽക്കുന്നത് അറിയാവോ, അവിടെയാണ് ബ്ലോക്കായി നിൽക്കുന്നത്, നീ അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്, നിന്റെ ജീവിതത്തിൽ അവിടെയാണ് നീ മാറേണ്ടത്. അവനെ തിരുത്തുവാനും അവനെ കൊണ്ടുവരുവാനും അവനെ ആശ്വസിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ആത്മീയ വർധനവ് കൊടുക്കാനും അവനെ സഹായിക്കാൻ പറ്റും. ഇതാണ് പ്രവചനവരം. ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വരവും കൂടെയാണ്. അപ്പം നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ഈ കൂട്ടായ്മ തന്നെ ഒരു പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയാണ്. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ആ വിഷയത്തെ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഞാൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ആഗ്രഹം ഉണ്ടായിരിക്കണം. വരും ദിവസങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതൊക്കെ ഇനി ശ്രദ്ധിച്ചോണം. ആരുടെയും അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെൻസ് ചെയ്യുന്നുള്ളത് ഞാൻ വരും ദിവസങ്ങളിൽ നമ്മൾ കൃപാവരങ്ങളുടെയും ശുശ്രൂഷകളുടെയും ഒരു ക്ലാസ് വെക്കുമ്പോൾ കുറച്ചും കൂടെ ദൈവാത്മാവിൽ നമുക്കിത് കേൾക്കാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് കർത്താവിൻ്റെ ഒരു പകർച്ച ഉണ്ടാകുവാൻ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ, അങ്ങാണ് പകർച്ച കൊടുക്കുന്നത്. ഞങ്ങളുടെ കഴിവിനൊന്നും നടക്കത്തില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പക്ഷെ കൈവെപ്പിനാൽ അങ്ങ് പ്രവർത്തിച്ചാൽ ഇത് ഞങ്ങൾ ആത്മാവിൽ തൊടുവാണപ്പാ. ദർശനങ്ങൾ തുറക്കട്ടെ, അവരുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിക്കട്ടെ അപ്പ. ദൈവഹിതത്തിൽ അവരെ സഞ്ചരിക്കുവാൻ, അനേകരെ അവർക്ക് ഗൈഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അവരുടെ ആഗ്രഹം പോലെ തുറക്കുമാറാകണം. അപ്പം അവരുടെ ആഗ്രഹം യേശുവിനെ ഉയർത്തുക, വ്യക്തിപരമായി പൈസ ഉണ്ടാക്കാനല്ലപ്പ, വ്യക്തിപരമായ കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളെ തന്നെ സെലിബ്രേറ്റ് ആക്കാൻ വേണ്ടി അല്ല യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തേണ്ടതിന്. ഞങ്ങൾ ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അനേകരെ യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങിനെ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഹീലിംഗ് അനോയിൻറ്റിങ്ങിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. മിറക്കിൾ അനോയിൻറ്റിങ്ങിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഡിസേണിങ് സ്പിരിറ്റ് അനോയിൻറ്റിങ്ങിനെ ഞങ്ങൾ കർത്താവ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. വേർഡ് ഓഫ് വിസ്ഡത്തെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പ. വേർഡ് ഓഫ് നോളജിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. സ്പിരിറ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. സ്പിരിറ്റ് ഓഫ് ടങ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ നിമിഷം തന്നെ കർത്താവെ, പ്രിയ മക്കളുടെ മേലേക്ക് ആ കൃപാവരം, അവർ ആത്മീയ കണ്ണുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നിമിഷ നേരം കൊണ്ട് ചില കാഴ്ചകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് മിന്നിമറിയും. ഈ നിമിഷം കൊണ്ട്
നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇതുവരെ ഒരു മുൻപരിചയങ്ങളില്ലാത്ത, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ ഇതിന് ശേഷം ഞാനത് പറയാം. നിങ്ങൾ കാണുന്നതിനെ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സ്പിരിറ്റിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ മേലേക്ക് ആ പകർച്ച വന്നു ഉള്ളതിന്റെ തെളിവാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതെന്തിനു വേണ്ടി എന്ന് പറയുക, നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോവാ. ഒറ്റയ്ക്കല്ല. ഇനി നിങ്ങൾ ഒരാളെ കാണുമ്പോൾ യേശു നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ കറങ്ങിപ്പോവാൻ വേണ്ടിയല്ല. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അവൻ പറയും, വാസ്തവമായും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയും, യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയും. അതേപോലെയുള്ള സൈൻസ് ആൻഡ് വണ്ടർ വെളിപ്പെടാൻ വേണ്ടി പോവാ. യേശുവേ, ആ വലിയൊരു പകർച്ചയ്ക്കായിട്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രിയമക്കളെ തൊടുമാറാകണപ്പ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ ദൈവഹിതമായിട്ട് ഇത് നടക്കത്തോളം എനിക്കറിയാപ്പ. എൻ്റെ കഴിവ് കൊണ്ട് നടക്കത്തില്ല, പ്രാപ്തി കൊണ്ട് നടക്കത്തില്ല. ദൈവം ആരുടെ മേലാണ് അത് തീരുമാനിക്കുന്നത്. ദൈവം പ്രിയ മക്കളുടെ മേൽ ഇട്ടിരിക്കുന്ന ജ്വലക്കട്ടത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, നിന്നിലിരിക്കുന്ന കൃപാവരങ്ങൾ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ അതങ്ങോട്ട് ജ്വലിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്ലാരിറ്റി ഉണ്ടാകട്ടെ. ചില കാഴ്ചകൾ മിന്നിമറിയുന്ന കാഴ്ചകൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിമിഷ നേരം കൊണ്ട് സ്പീഡിൽ പോകുന്ന ചില കാഴ്ചകൾ, മറഞ്ഞ ചില കാഴ്ചകൾ, ചില ചിത്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മൂവ് ചെയ്യട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. സൈൻസ് ആൻഡ് വണ്ടർ അവരിലേക്ക് ഇമ്പാർട്ട് ആകട്ടെ. അവരുടെ സ്പിരിറ്റ് ബൂസ്റ്റപ്പ് ആകട്ടെ. കർത്താവ് ഇപ്പോൾ തന്നെ സ്റ്റീറപ്പ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ആത്മതലങ്ങളിലേക്ക് അവർ മൂവ് ആകട്ടെ. യേശുവേ നന്ദി കർത്താവ്. ഈ നിമിഷം ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ വെള്ളവും കടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില കാഴ്ചകൾ ചില കണ്ടുകൊണ്ടിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ ചില കളറുകളെ ചിലരുടെ ഉള്ളത്തിൽ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചില ബന്ധുമിത്രാദികളെ പെട്ടെന്ന് മിന്നായം പോലെ ചിലർ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ ചില മക്കളെ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില കുഞ്ഞുനാൾ നടന്ന ഇൻസിഡൻറ്റുകൾ പെട്ടെന്ന് കാഴ്ചകൾ പോലെ വന്നു. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മ പറയുന്ന ഒരു വ്യക്തിയെ വ്യക്തമായിട്ട് കർത്താവ് കാണിക്കുകയാണ്. നിങ്ങളുടെ വിറ്റുപോയ ഒരു പഴയ വീടിൻ്റെ അകത്തൊരു മുറിയെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തിരുന്ന ഒരു വ്യക്തി അത് കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയോട് വ്യക്തിപരമായിട്ട് ദൈവം ഒന്ന് ഇടപെടുവാണ്. യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റി ഒന്ന് പ്രതികരിക്കാം, അല്ല ലൈവിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ വ്യക്തിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. സൂമിലാണ് ആ വ്യക്തിയെങ്കിൽ, ഇപ്പോൾ ആ കാഴ്ച കണ്ട വ്യക്തി സൂമിലാണെങ്കിൽ ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇനി ലൈവിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു വലിയൊരു കർത്താവിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റുക, പ്രതികരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, അല്ലാത്തവർ മ്യൂട്ട് ചെയ്തിരിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. In the name of Jesus. Thank you. സിസ്റ്ററാണ് ഇപ്പൊ കണ്ടത്. അതെ, ഞാനാണത്. എന്റെ അടൂരുള്ള വീട് വിറ്റുപോയി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. സിസ്റ്ററുടെ മനസ്സിൽ ഇപ്പൊ അത് വന്നത് അല്ലേ? അതെ. ഓ സ്വതന്ത്രം. ഞാനിത് കണ്ടു കേട്ടോ, സിസ്റ്റർ കണ്ടത് ഞാനിത് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ കാഴ്ച പറഞ്ഞത്. ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോണം ആ സ്ഥലത്ത്. ആ വിറ്റുപോയ ഈ സഹോദരിക്ക് വേണ്ടി മാത്രം കേട്ടോ വ്യക്തിപരമായിട്ടുള്ളത്, വേറെ ആർക്കും വേണ്ടിയല്ല. ആ വിറ്റുപോയ സ്ഥലത്ത് ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണേ, മാനിക്കാൻ വേണ്ടി പോവും. അവിടെ അനേകരെ യേശുവിന് വേണ്ടി നേടാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ വലിയ പകർച്ച നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അത് പ്രവേശിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെ സ്വപ്നങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ ചില തലങ്ങൾ പലരും കണ്ടു മറന്ന അവരുടെ സ്വപ്നങ്ങളെ യോസേഫ് വ്യാഖ്യാനിച്ചതുപോലെ, രാജാവ് കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചതുപോലെ, ഒരു മനുഷ്യനെ എതിർക്കാൻ കഴിയാത്ത രീതിയിൽ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ അവനെ ഓടിച്ചു വിടാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോവാ. അങ്ങനത്തെ ഒരു പകർച്ചയ്ക്കായിട്ട് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ. അതിൻ്റെ ഇടയിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരുന്ന മറ്റൊരാളെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഷീല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിനെ
ഈ സമയത്ത് പ്രാർത്ഥനയിൽ കണ്ട ഒരാളെ കർത്താവ് തൊടുക. ഷീല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിനെ ഈ സമയത്ത്, നമ്മളിത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരിയെ പെട്ടെന്ന് കണ്ട ഒരാളും കൂടെ ഉണ്ട് ഈ പ്രാർത്ഥനയിൽ. അത് സൂമിലാണ് ആ വ്യക്തിയെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അല്ല, ലൈവിലാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് അനുവദിക്കാൻ വേണ്ടി പോകുന്നു. ഷീല എന്നാണ് ആ കൂട്ടുകാരുടെ പേര്. ആ കൂട്ടുകാരിയെ പെട്ടെന്ന് കണ്ടു. ഞാൻ യേശുവിൻ പറഞ്ഞു പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അല്ലാത്തവരെല്ലാം മ്യൂട്ട് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാം. ലൈവിലാണ് കാണുന്നവരെങ്കിൽ ഏറ്റെടുത്താൽ മതി. നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാനോ പറയാനോ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റിക്കൂ, സംസാരിച്ചു. അല്ല എങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവത്തിന്റെ വലിയ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ഹലോ ബ്രദർ, പറഞ്ഞു. എന്റെ കൂട്ടുകാരിയുടെ പേര് ഷീല എന്നാണ് ബ്രദറെ. ഇപ്പൊ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ പുള്ളിക്കാരിയെ കണ്ടോ? ഷീല എന്നാണ് അത്. അതെ അതെ, അതിന് പനിയായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോ ആ മകളെയാ കണ്ടത്. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവചനപരത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷനെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക? ഹൃദയത്തിന്റെ അകത്തുള്ളതിനെ നമുക്ക് കർത്താവ് വെളിപ്പെടുത്തുന്നതിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ കർത്താവ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച്, നിങ്ങളുടെ മനസ്സിൽ കാണുന്ന വ്യക്തിയെ ഞാൻ കാണണമെങ്കിൽ എന്തോ ഒരു പാടല്ലേ? സ്കാനിങ് മെഷീൻ കൊണ്ട് വെച്ചാൽ പോലും നടക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിന്റെ ശക്തി അതാണ്. മറഞ്ഞിരിക്കുന്നതിനെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും ചിന്തകളെയും ദൈവം വെളിപ്പെടുത്തും. യേശുവിന്റെ ഈ ഒരു തലം നിങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബ്രദറിന്റെ കഴിവല്ല, പരിശുദ്ധാത്മാവിന്റെ കഴിവാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ബ്രദറിന്റെ കഴിവല്ല, പരിശുദ്ധാത്മാവിന്റെ കഴിവിനെ പറ്റി പറയുകയാണ്. ഇത് നമുക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നാളെ മുതൽ നിങ്ങളിൽ അത് തുറക്കാവുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനേകരോട് സുവിശേഷം പറയുമ്പോൾ വായും പൊളിച്ച് നിൽക്കരുത്. അവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു തത്തമ്മയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള തത്തമ്മ, ആ ഒരു തത്തമ്മേനെ കണ്ട ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കും. തത്തയുണ്ടല്ലോ, തത്ത. ഈ തത്തയുടെ ചിത്രം പെട്ടെന്ന് കണ്ട ഒരു വ്യക്തിയെയും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. ആ വ്യക്തി സൂമിലുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞു. അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റല്ലേ. ആ വ്യക്തി ലൈവിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിക്ക് വേണ്ടി കർത്താവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ തത്ത എന്ന് പറഞ്ഞ പക്ഷി അറിയാലോ, അതിനെ കണ്ട ഒരു വ്യക്തി ആ സമയത്ത് യേശുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അങ്ങയുടെ കൃപ ഇന്ന് അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റല്ലേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതൊരു ഇങ്ങനത്തെ ഒരു നമ്മൾ ആ ഒരു പറഞ്ഞു പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. അല്ല സിസ്റ്ററെ, പ്രാർത്ഥിച്ച സമയത്ത് ആ വ്യക്തിയെ കണ്ട കാര്യമാണ് ചോദിക്കുന്നത്, പ്രവചനമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ കണ്ടതാണ് വെളുത്തിപ്പിടിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് ഓരോരുത്തരുടെ മേൽ സംഭവിക്കട്ടെ. ആ വലിയ പകർച്ച ഇന്ന് ദൈവം ചെയ്യുന്നല്ലോ. ഞാൻ കണ്ട മറ്റൊരു കാഴ്ചയുടെ കർത്താവിനെ കാണിക്കുന്ന ആരും ഇനി മ്യൂട്ട് മാറ്റണ്ട. ഇനി അത് കേൾക്കുന്നവര്, അറിയുന്നവര്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതൊന്ന് ഏറ്റെടുത്താൽ മതി. ഒരു യാത്ര പെട്ടെന്ന് മനസ്സിലേക്ക് കണ്ട ഒരു വ്യക്തിയുണ്ട്. ആ സമയത്ത് മരിച്ചുപോയ ഹസ്ബൻഡിനെ പെട്ടെന്ന് മനസ്സിൽ കണ്ടവരുണ്ട്. പല കാഴ്ചകൾ മിന്നിമറിഞ്ഞു പോയവരുണ്ട്. ഒരു ഫ്ലൈറ്റ് യാത്ര പെട്ടെന്ന് പാസ് ചെയ്ത് പോയി കണ്ടവരുണ്ട്. ഇതെല്ലാം ഓരോരുത്തർ കണ്ട കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്കകത്ത് ഈ കണ്ട കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ മേലൊരു പകർച്ച ആക്റ്റീവായെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓ യേശുവേ, നന്ദി കർത്താവേ. ഈ റെഡ് കളറിലെ ഒരു കണ്ണടച്ചപ്പോൾ റെഡ് കളർ, സാധാരണ നമ്മൾ ബ്ലാക്കാണ് വരുന്നത് അല്ലേ കണ്ണടയ്ക്കുമ്പോൾ, പെട്ടെന്ന് റെഡ് കളർ പോലെ കണ്ണിലേക്ക് വന്ന ഒരു വ്യക്തിയെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കാണിക്കുന്നതിന് ഓരോരുത്തർ കാണുമ്പോൾ നിങ്ങൾക്ക് വേണേൽ കമൻറ്റ് ചെയ്യാം. ഞാൻ മ്യൂട്ട് മാറ്റി പറയിപ്പിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ, കാര്യം മ്യൂട്ട് മാറ്റി നമുക്ക് ഒത്തിരി ഇങ്ങനെ പാടാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആ ഇംപാർട്ടേഷൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഇന്നു മുതൽ
അവരുടെ മേൽ സ്വർഗം അത് തുറന്നതിന് നന്ദി പറയുന്നപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് സ്തുതിക്കുന്നപ്പ. ഇന്നു മുതൽ ഈ ദിവസങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഏതെങ്കിലും കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അവരുടെ ജീവിതത്തെ സ്വർഗം തുറക്കുന്നല്ലോ. ആക്റ്റീവാക്കി കൃപയ്ക്ക് നന്ദി. അപ്പോൾ നിങ്ങൾ വില കൊടുത്ത് നിൽക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് തന്നില്ലേ പിന്നെ കർത്താവ് ആർക്കാ കൊടുക്കുന്നത്? നിങ്ങളെ മാനിച്ചില്ലേ പിന്നെ കർത്താവ് ആരെയാണ് മാനിക്കുന്നത്? നിങ്ങളെ ഉപയോഗിച്ചില്ലേ പിന്നെ ദൈവം ആരെ ഉപയോഗിക്കുന്നത്? യേശു ഈ ഉറക്കളച്ച് കിടന്നുറങ്ങേണ്ട സമയത്ത്, ജോലിയൊക്കെ ഉള്ള സമയത്ത് ടയേർഡായി വന്ന് നിങ്ങളെ ദൈവം ഉപയോഗിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ കൃപാവരങ്ങളെ തുറന്നില്ലെങ്കിൽ, തമ്പുരാൻ പിന്നെ ആർക്കാണ് തുറക്കാൻ വേണ്ടി പോകുന്നത്? നന്ദി പിതാവേ. ഞാൻ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. അവർ ആ തിരുകളെ സ്വർഗം വിസ്താരമാക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ 1-2 വ്യക്തികളുടെ മാത്രം പറഞ്ഞത്, ബാക്കി ആളുകൾ അതെല്ലാവരുടെ മേൽ ഇത് വന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ വരങ്ങൾ, ഇനിയോ ബ്രദർ എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് എനിക്കില്ലെന്നല്ല, ഈ ദിവസങ്ങളിൽ എങ്ങനെയാണത് വെളിപ്പെടുന്നുള്ളത് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഇതായിരുന്നു അതിൻ്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ എന്ന് പോകാൻ ദൈവം സഹായിക്കുന്നു. അത് കർത്താവ് തൊട്ട് ഞാൻ നിങ്ങളുടെ മേൽ ആത്മാവിൽ നിങ്ങളുടെ തലമേൽ കൈവെക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രിയമക്കളെ തൊട്ടല്ലോ, അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് തമ്പുരാൻ വെളിപ്പെടുത്തിയല്ലോ. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി എല്ലാവരും പറഞ്ഞ് അത് നിങ്ങളുടെ മേൽ തുറന്ന്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് റെഡിയാകണം. യേശുവിൻ്റെ സുവിശേഷം പറയുക എന്നുള്ളത് ഒരു ടാർഗറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. നല്ലതാണ്. സുവിശേഷം പറയുകയും രോഗികളെ സൗഖ്യമാക്കുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും പ്രവചിക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും എല്ലാം ഇൻബിൽറ്റ് ആണ്. സുവിശേഷം പറയുക മാത്രമല്ല, സുവിശേഷം പ്രവർത്തിക്കാനും കൂടെ ഉള്ളതാണ്. അത് നിങ്ങളുടെ മേൽ വലിയൊരു പകർച്ചയായിട്ട് കർത്താവ് ചെയ്തിരിക്കുന്നു. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. ദൈവം ഇന്ന് ഈ വചനത്തിലൂടെ നമുക്ക് തുറന്നു കേട്ടോ. കർത്താവിൽ ഞാൻ സന്തോഷിക്കുന്നു. വരും ദിവസങ്ങളിൽ വലിയ റിസൾട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, മദറെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ച കണ്ടു. എന്നെ സ്വപ്നത്തിൽ പലതും കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങൾ വരും. അതൊന്നും കണ്ട് പേടിക്കുകയോ അതോർത്ത് നിങ്ങൾ ഭാരപ്പെടുകയോ. നെഗറ്റീവ് വന്നാൽ അപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വെട്ടിവിടുന്നു പറഞ്ഞാൽ, ഇനി ഒരു അനർത്ഥം കാണുവാന്ന് വിചാരിച്ചു, അനർത്ഥം കാണും, അനർത്ഥം പ്രവചിക്കരുത്, അനർത്ഥത്തെ വെട്ടിമാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്തു എന്ന് പറയണം. അതുകൊണ്ട് നിർത്തിയേക്കണം. അതെല്ലാം നിങ്ങളുടെ മേലെ ഇനി വരും. വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ആ കൃപാവരത്തെ ദൈവം തുറന്നിരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടിയാണ്, മറക്കരുതേ. സുവിശേഷം പറയണം. പെരയ്ക്കകത്ത് കയറിയിരുന്നാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. നന്ദി കർത്താവേ. ഞാൻ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കൈയെടുത്ത് വച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുവാണേ. ആ ഭവനത്തിൻ്റെ അകത്ത് ഈ മരത്തടി കൊണ്ട് ഇങ്ങനെ നമ്മളൊരു വർക്കുണ്ടല്ലോ, മരത്തടിയെ വർക്ക് ചെയ്യുന്ന ഈ നമ്മൾ അതിന് പറഞ്ഞെന്തുവാ, ഒരു പോളിഷൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മരത്തടിയുടെ ശിഖരങ്ങളൊക്കെ അതിനുണ്ട്. ആ ശിഖരങ്ങളിൽ ഞാൻ കാണുന്നൊരു കാര്യം, ഈ അതിലിങ്ങനെ ഒരു വട്ടത്തിലൊരു ബോള് പോലത്തെ എന്തോ ഒരു സാധനം ആ ഒരു ശിഖരത്തെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു വീട്ടിൽ ആ ശിഖരത്തിൽ ഒരു വട്ടത്തിൽ ഒരു ബോർഡ് പോലത്തെ എന്തോ ഒരു സാധനം ഒരു വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ കുടുംബവുമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, പലതും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കുടുംബമാണ്. പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയ അനുഭവങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷം തരുന്ന സമയങ്ങൾ പലതും പിന്നീടത് സന്തോഷിക്കുന്ന സമയങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ, സന്തോഷം പൂർത്തീകരിക്കാൻ കഴിയാതെ പലപ്പോഴും ദുഃഖമായി തീർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. തമ്പുരാൻ പറയുന്ന കുടുംബത്തെ ദൈവം വരുന്നൊരു ജനറേഷന്, കുടുംബത്തിലെ ജനറേഷനെ കൊണ്ട് ദൈവം അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഈ അടയാളമുള്ള കുടുംബം സൂമിലാണെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യം ഇന്ന് ആ ഭവനത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് സൂമിലാണെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് എന്ന കുടുംബത്തിൻ്റെ മേൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ലൈവിലാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ തലമുറകൾ, എൻ്റെ കുടുംബം ഞാൻ ദൈവത്താൽ സാക്ഷിയാകാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ ഞാനൊരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പോവാണ്. നന്ദി പിതാവേ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ ജീവിത നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തട്ടെ. അവരുടെ കർത്താവ് സകല അവസ്ഥകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തി ഇന്ന് സൂമിലുണ്ടോ?
ഈ പറഞ്ഞ അടയാളമുള്ള വ്യക്തി സൂമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. ഇനി സൂമിലല്ല, ലൈവിലാണെങ്കിൽ ഏറ്റെടുത്താൽ മതി. കാര്യം എനിക്കറിയത്തില്ല, ഞാനത് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, പലർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ സാക്ഷ്യം പറഞ്ഞ ആ കുടുംബവും പറഞ്ഞു കേട്ടോ, അവർക്ക് ചില സമയങ്ങളിൽ പറ്റുന്നില്ല മ്യൂട്ട് മാറ്റാൻ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ മ്യൂട്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുക. മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ മ്യൂട്ട് മാറ്റി പറയാം. ഇല്ല, വേണ്ട, അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ആയിരിക്കാം. പറഞ്ഞു ബ്രദറെ, അതൊന്നുകൂടെ സൈൻ പറയാമോ? എനിക്ക് വീട് നഷ്ടപ്പെട്ട, ഞങ്ങളൊരു പുതിയ ദേശത്തേക്ക് വന്നപ്പോ എന്റെ പഴയ വീട്ടില് ഇതുപോലെ പിന്നെ ഒരു അച്ഛന് ഓരോ തടികൾ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ മാവിറ്റയൊക്കെ കൊമ്പുകൾ പോലൊക്കെ. ഒരു ബോള് പോലത്തെ റൗണ്ട് ഷേപ്പിൽ ഒരു സാധനം, അതിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മരം, കേറി വരുന്ന ലോഞ്ചിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ കണ്ടത്. ആ ഒരു കേറി വരുന്ന ലോഞ്ചിലാണ് ഇതിരിക്കുന്ന ഭവനത്തെ കർത്താവ് കാണുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. അത് സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. യേശുവിന്റെ നാമത്തിൽ എന്നാ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ കൃപ ആ ഭവനത്തിന്റെ മേലുണ്ടാകട്ടെ. അവർ തകർന്ന അവസ്ഥകൾ പണിതെടുക്കട്ടെ. ദൈവാത്മാവ് സഹായിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഡോൺ എന്ന് പറയുന്ന ഒരു പേര് ഒരു കുടുംബത്തിലെ ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇത് റിലീസ് ചെയ്യുമ്പോൾ ആ മകനുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സൂമിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. എല്ലാരും പറഞ്ഞു. എന്റെ സിസ്റ്ററിലോടെ മോനാണ് ഡോൺ. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. എന്ന് കേട്ടതുപോലെ, നമ്മൾ ആദ്യം കേട്ടതുപോലെ സാക്ഷ്യം ദൈവം കേൾപ്പാൻ ഇടയായിത്തീരും. അനർത്ഥം വിട്ടൊഴിഞ്ഞ് ദൈവത്തിന്റെ സാക്ഷ്യം അവിടെ തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഓ താങ്ക് യു. അതോടൊപ്പം തന്നെ ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ അലമാരി എടുത്തുകൊണ്ട് വീടിന്റെ പുറകു വശത്ത്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലമാരിയാണ് അത്, പക്ഷേ കുറെ കാലമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ അതിരിക്കുന്നത് വീടിന്റെ പുറകു വശത്ത് കൊണ്ടുവന്ന അലമാരി വെച്ചിരിക്കുകയാണ്. ഞാൻ ആ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു കാലത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ആ ഒരു അലമാരിക്കകത്ത് ഒരു 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 എന്താ പറയുന്നത്, ഒരു 2 ആൽബങ്ങൾ വെച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ആ ഫയലിൽ 2 ആൽബം, ഒന്ന് വലിയൊരു ആൽബവും 2 ചെറിയൊരു ആൽബവും. അതെന്താ കർത്താവിൻ്റെ ഒരു കാഴ്ച കാണിക്കുന്നത്, ആ ചെറിയ ആൽബത്തിൽ 1, 2, 3-ാമത്തെ പേജ്, ചെറിയ ആൽബത്തിൽ 3-ാമത്തെ പേജിൻ്റെ അകത്ത് ഒരു ആൺ തലമുറയുടെ ചിത്രം അതിൻ്റെ അകത്തുണ്ട്. ആ ആൺ തലമുറയുടെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. ഈ അടയാളം ഉള്ള ഭവനം നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ ഒരു അലമാരിയിൽ പണ്ട് വെച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴല്ല, നേരത്തെ വെച്ചുകൊണ്ടിരുന്നതാണ്. ആ ഒരു ചെറിയ ഒരു ആൽബം, 2 ആൽബത്തിൽ ചെറിയൊരു ആൽബം ഉണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ആ പേജിലിരിക്കുന്ന ആൺ തലമുറയുടെ ഭവനമാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് തൊടാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഇപ്പോൾ തന്നെ ആ തടസ്സപ്പെട്ടു കിടക്കുന്ന അവസ്ഥകൾക്കകത്തുനിന്നും ദൈവം അത്ഭുതകരമായ വിടുതലിനെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്നവിടെ ഉണ്ടാകുന്നല്ലോ. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് ആ ഭവനം എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞാനത് ആമേൻ പറഞ്ഞത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. അതെ, എന്റെ ഭവനമാണ്. ഞാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അലമാരിയാണ് ഈ തകരത്തിന്റെ. അത് കുറെ നാൾ ഉപയോഗിക്കാണ്ടില്ലായിരുന്നു. ഇപ്പൊ അത് കൊണ്ടുവന്ന് വീടിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫയൽ ഇതിന്റെ കേട്ടായിരുന്നു, ആൽബത്തിന്റെ കേട്ടായിരുന്നു. അതിനകത്ത് നേരത്തെ പിള്ളേരുടെ കല്യാണത്തിന്റെ ആൽബം ഒക്കെ വെച്ചോണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ അതിന്നത് എടുത്തു മാറ്റി. അലമാരി ഇപ്പൊ കൊണ്ടുവന്ന് ആ ഫോട്ടോ ആരുടെ ഇപ്പൊ പറഞ്ഞ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ഫോട്ടോ, 4-ാമത്തെ എന്റെ മക്കളുടെ ഫോട്ടോ ഉണ്ട് അതിനകത്ത്, മകന്റെയും ഒക്കെ ഫോട്ടോ അതിനകത്തുണ്ട്. 4-ാമത്തെ ചിത്രം 4-ാമത്തെ ആണോ എന്ന് കറക്റ്റ് അറിയത്തില്ല, നോക്കിയാ മതി. ഇപ്പൊ പറഞ്ഞ അടയാളം സിസ്റ്ററുടെ ഭവനമായിരുന്നു. ആ ആൽബം നോക്കുക, കൈ വെച്ചിട്ട് ആ വ്യക്തിയെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോവാണ്. ഈ കാര്യം വല്ല സിസ്റ്റർ ഞങ്ങളുടെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അലമാരി എടുത്തുകൊണ്ടെന്ന് പുറകെ വെച്ച കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല ബ്രദറെ, അയ്യോ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ തലമുറയെ ദൈവം തൊടാൻ വേണ്ടി പോവാണ്. 4-ാമത്തെ ചിത്രത്തിൽ ഇരിക്കുന്ന വ്യക്തിയെ യേശുവിന്റെ നാമത്തിൽ ദൈവം സാക്ഷിയാക്കാൻ വേണ്ടി പോവാണ്. നന്ദി പിതാവേ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ, ഞങ്ങളുടെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ ദൈവം എന്നെ കാണിക്കുന്നു. ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, വയനാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ മുള കൊണ്ടുള്ള എന്തോ ഒരു സാധനം, അതുകൊണ്ട് നിർമ്മിച്ച എന്തോ ഒരു സാധനം വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അത് ആ ഒരു കുടുംബത്തിൽ അതുണ്ട്. ഈ മുള കൊണ്ട് നിർമ്മിച്ച ഒരു സാധനം ആ വീടിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. വയനാട് ആ വ്യക്തി യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണുന്ന ഒരു കാഴ്ച, ഒരു വാഹനം, ഈ പഴയ ഒരു അംബാസിഡർ പോലത്തെ ഒരു വണ്ടി, അതിങ്ങനെ വരുന്നതും പോകുന്നതുമായിട്ടൊരു കാലഘട്ടം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വസ്തുവിൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളമുള്ള ഭവനം ഏതാണോ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഒരു കാലഘട്ടമാണ് ആ വാഹനം കയറി ഇറങ്ങിയ ഒരു വീടാണത്. ഒരു അംബാസിഡർ, വെള്ള കളറിലെ ഒരു അംബാസിഡർ. ആ വ്യക്തി ഒരു കണ്ണാടി വെച്ച വ്യക്തിയായിരുന്നു അതിൻ്റെ അകത്ത് വന്നതും പോയതും ഒക്കെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഒരു വസ്തുവിൻ്റെ മേലുള്ളൊരു വിഷയത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഈ അടയാളം കേട്ട വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ തന്നെ യേശു, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, ഈ ആലോചന സൂമിലുള്ളവരാണ് ഇടപെടുന്നതെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അല്ല, പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ക്ലിയർ അല്ല, ക്ലിയർ അല്ല സിസ്റ്ററെ. ഹലോ ബ്രദറെ, പറഞ്ഞു. അതെന്റെ ഹസ്ബൻഡിന്റെ വീട്. സിസ്റ്റർ ഇപ്പൊ എവിടെയാ, സ്ഥലം എവിടെയാ? അത് പൂഞ്ഞാറാണ്. ഞാൻ ജിനുവാണ്. ജിനു സിസ്റ്റർ ആണോ? വയനാട്ടിൽ എന്നായിരുന്നത്? പപ്പ BSNL എഞ്ചിനീയർ ആയിരുന്നു. പപ്പ വർക്കിന് വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും, വയനാടൊക്കെ പോയിട്ടുണ്ട്. കാടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്ക്. അങ്ങനെ അവിടെ നിന്ന് മുള കൊണ്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അംബാസിഡർ കാറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വസ്തുവിന്റെ പേരിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഹസ്ബൻഡിന്റെ ഫാമിലിയിലുണ്ട്. ഇന്ന് ആ വിഷയം സിസ്റ്റർ കർത്താവ് തൊടുക കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, അപ്പൊ സിസ്റ്ററെ ഏത് കാലഘട്ടമെന്നല്ല ഓർമ്മയുണ്ട് സിസ്റ്റർ? ഒന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ സിസ്റ്ററെ? പഴയ കാലമാണ്, പുള്ളി ജോലി ചെയ്യുന്നൊരു സമയം. എന്നാലും ഒരു എത്ര വർഷം പുറകോട്ടായിരിക്കും അത്? 10-20 വർഷമാണോ? ഒരു 15 വർഷമൊക്കെ പുറകിലോട്ടായിരിക്കും. 15 വർഷം പുറകോട്ട് നടന്നൊരു കാഴ്ചയാണ് കണ്ടത്. അംബാസിഡർ കാറിലേക്ക് വരുന്ന കണ്ണാടി വെച്ച മനുഷ്യനെ കണ്ടത്. ഇതാണ് ഞാൻ ഇന്ന് കൃപാവരത്തിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്. ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ ഭാവി കാലത്തിൽ എന്താണോ അവിടെ സംഭവിച്ചത്, ആ ബന്ധനമായി വയ്ക്കുന്ന വിഷയം, ആ വസ്തുവിന്റെ പേരിലുള്ള എല്ലാ വിഷയങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ മേൽ വലിയ പ്രവൃത്തി അവിടെ നടക്കട്ടെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പം നിങ്ങൾ കണ്ടോ, കർത്താവ് ഒരു കണക്ഷൻ തരുന്നതുകൊണ്ട് വയനാട് വരുന്ന വിഷയം, വയനാട്ടിൽ യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവിടെ നിന്ന് കൊണ്ടുവച്ച കാര്യങ്ങൾ, ആ സാധനത്തിന്റെ കുഴപ്പമല്ല, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ആ മുള കൊണ്ട് വെച്ചിരിക്കുന്ന സാധനം കുഴപ്പമെന്നുള്ളതല്ല, അതൊരു അടയാളമാണ്. ഇപ്പം അവർക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ, ഇന്ന ആളാന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റി വേഗത്തിൽ. അതിനുവേണ്ടിയാണ് യേശു പറഞ്ഞതുപോലെ നഥനയേലിനോട് പറഞ്ഞു, അത്തിയുടെ ചോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നഥനയേലിന് പെട്ടെന്ന് മനസ്സിലായി എൻ്റെ കാര്യമാണ് യേശു പറയുന്നതെന്ന് മനസ്സിലായതുപോലെ കർത്താവ് ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് കർത്താവ് എന്നെ ഈ വലത് കാലിൻ്റെ നമ്മുടെ ഈ പത്തി കഴിഞ്ഞ് മുകളിലോട്ട് വരുമ്പോൾ നീര് വെക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയുടെ മേൽ, വലത് കാലിൻ്റെ മുകളിലോട്ട് കയറി വരുമ്പോൾ ആ മസിലിൻ്റെ ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ നീര് വെക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ചില സമയങ്ങളിൽ സ്വപ്നത്തിൽ ഇങ്ങനെ സർപ്പത്തെ കണ്ട് ഭയപ്പെട്ട് എണീക്കുക. അത് മാത്രമല്ല, സ്വപ്നത്തിൽ ഇങ്ങനെ ഭയപ്പെട്ട് ചാടി എണീക്കുന്ന ഒരാളാണ്. ഇന്ന് ആ പിശാചിൻ്റെ തന്ത്രം പൊളിയുകയാണ്. ആ ശരീരം സൗഖ്യമാകാൻ വേണ്ടി പോവാണ്. ആ കൈയെന്നെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ കർത്താവേ, ഇപ്പോൾ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുന്നു.
കർത്താവിൻ്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും പൊട്ടട്ടെ, സകല വിഷയങ്ങളും തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായി തീരട്ടെ. അത്ഭുതമായ സൗഖ്യവും നടക്കും. ഭയത്തിൻ്റെ ദുരാത്മാക്കൾ ഇപ്പോൾ വിട്ടുപോവുകയാണ്. പിശാചിന്റെ ആഗ്രഹം നശിക്കുന്നു, ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങി പോകുന്നുള്ള വചനത്താൽ ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ആ വ്യക്തി കാണുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണേ. ഈ വ്യക്തി ഇങ്ങനെ കാണുന്നത് നന്ദന എന്നെഴുതിയ ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ നേരെ വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഈ വ്യക്തി കാണുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം ഞാനിന്ന് കൃപാവരം, നമ്മൾ പ്രവചന കൃപാവരത്തെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. നന്ദന എന്നെഴുതിയ ഒരു ഓട്ടോറിക്ഷ നേരെ വരുന്ന ഒരു കാഴ്ച എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ആരാണോ, ഇന്ന് തന്നെ സൂമിലാണ് ആ വ്യക്തി കേൾക്കുന്നതെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വഴിത്തിരിവിനെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദന എന്നെഴുതിയ ഒരു ഓട്ടോറിക്ഷയാണ് എപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് യേശുവിൻ്റെ നാമത്തിൽ. ആ ഓട്ടോറിക്ഷക്കാരൻ്റെ കുഴപ്പമല്ല, ഓട്ടോയുടെ വിഷയമല്ല. ഇന്ന് നിങ്ങളെന്ന വ്യക്തിയെ ദൈവം ഫോക്കസ് ചെയ്യുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൂമിലാണ് ആളുള്ളതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രതികരിക്കാം. ലൈവിലാണെങ്കിൽ ആ വ്യക്തി കാണുന്നതിനെ ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ദൈവം ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിയെ തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ദുഷ്ടന്റെ ആശ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകുന്നുള്ള വചനത്താൽ ഞങ്ങൾ തുറക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. പറയാനുള്ളവരാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. റൂമിൽ പറയാൻ വേണ്ടിയാണോ? പറയാനല്ലെങ്കിൽ പറഞ്ഞു. കുറച്ചു മുമ്പ് പറഞ്ഞ വലത്തെ കാലിന്റെ പത്തിയുടെ മേളിലായിട്ട് എനിക്ക് ചെറിയ നീര് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പം പാസ്റ്റർ പറഞ്ഞപ്പോഴത് അത് തന്നെ പിന്നെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പാമ്പിനെ, ഒരു ചുമന്ന കാർപ്പറ്റ് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിന്റെ നടുക്ക് ഒരു പാമ്പ് ഇങ്ങനെ തല പൊക്കി നിൽക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ശാസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം ദാസനത് പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത് പ്രിയ സിസ്റ്റർ പറഞ്ഞത്, സിസ്റ്ററെ സൗഖ്യം നടക്കട്ടെ. കാലിന്റെ വേദനയും ബുദ്ധിമുട്ടും ഇപ്പം മാറും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണേ, ഒന്ന് ചെക്ക് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പോ. വേദനയല്ല, അവിടെ ഒരു നീർക്കെട്ട് പോലെ ആ പത്തിയുടെ മേളിൽ, ആ കുഴയുടെ കണ്ണയുടെ അവിടെ ആയിട്ട് വലത്തെ കാലില്. ഈ പറഞ്ഞ പോലെ തന്നെ കാലിന്റെ പത്തി കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ കാലിന്റെ മസിലിന്റെ അവിടെ അല്ലേ? അതെ അതെ. കൈ വെച്ചു. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ തന്ത്രം അവിടെ പൊളിയുവാണ്. നിങ്ങളിത് എത്ര പേര് കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ശ്രീയോദിയുടെ സ്വപ്നത്തിലാണ് കണ്ടത്. സർപ്പത്തെ സ്വപ്നം കണ്ട് പേടിച്ചെണീറ്റല്ലേ, ഭയപ്പെട്ടതല്ലേ സിസ്റ്ററെ? ഈ സ്വപ്നം വല്ലോടും പറഞ്ഞോ സിസ്റ്റർ? ഞാൻ അറിയാൻ പാകത്തിൽ ആരോടും പറഞ്ഞോ? ഇല്ല ഇല്ല ഇല്ല. കണ്ടോ, കർത്താവ് നിങ്ങളുടെ സ്വപ്നത്തെ തുടർന്നുകൊണ്ടോ, സ്വപ്നത്തെ തുടർന്നുകൊണ്ടോ യേശുവിന്റെ നാഥൻ പിശാച് നമ്മുടെ സ്വപ്നത്തിലൂടെ ഭയപ്പെടുത്താൻ നോക്കുന്ന പരിപാടിയൊക്കെ കർത്താവ് തകർക്കും. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്ന് പറയുമ്പോൾ ബ്രദറിനെ ഉയർത്താൻ വേണ്ടിയില്ല. ഞാൻ വീണ്ടും പറഞ്ഞത്, ഇന്ന് ഈ കൃപാവര ശുശ്രൂഷ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുകയാണ്. അത് നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചക്കകത്തും, ഇപ്പം ഞാൻ ഓരോ കാഴ്ചകൾ പറഞ്ഞില്ലേ, ഒരു വണ്ടി വരുന്നു, ആളെ കാണുന്നു പറയുമ്പോഴേക്കും നിങ്ങൾ ഓർക്ക് എന്തുവാ പറഞ്ഞത്? അതെല്ലാം ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ്. ഇതൊന്നും നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുതേ. നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചക്കകത്തും ദൈവത്തിൻ്റെ സംസാരമാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. അവരുടെ സകല രോഗബന്ധനങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ, സാക്ഷ്യമായി തീരട്ടെ. സകല പ്രതികൂലങ്ങളും അത്ഭുതമാകട്ടെ, സകല പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാകട്ടെ, നന്മയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു, വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇപ്പോൾ അത്ഭുതമാകുന്നു, വിശാലമായി തീരുന്നു. ഓരോരുത്തരെ ബ്ലസ് ചെയ്യുന്നു. സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന്. ഇപ്പം കൈയെടുക്കുമ്പോൾ തന്നെ ആ വേദന അവിടെ ഇല്ല. ഒന്ന് ചെക്ക് ചെയ്ത് കൈയും കാലും അനക്കി നോക്കിക്കുക, അതവിടെ ഇല്ല, സൗഖ്യമായിരിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. യേശുവിനെ സമയം ഒത്തിരി മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം.
എങ്കിലും നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് ഈ കൃപാവരങ്ങളെ പറ്റി ആഴത്തിൽ പഠിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവെ എൻ്റെ ചിന്തകളെ, അല്ലെങ്കിൽ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പഠിക്കുവാൻ ബ്രദറിനെ ബലപ്പെടുത്തണം, ഞങ്ങളെ കൂടുതൽ ആഴത്തിലേക്ക് പോകാനും കർത്താവിൻ്റെ വചനത്തിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ടുപോകുവാനും പരിശുദ്ധാത്മാവ് ബ്രദറിനെ ഉപയോഗിക്കേണ്ടതിന് പിന്നെയും പിന്നെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ഇടപെടും. ദൈവത്തിൻ്റെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നതിലേക്ക് എത്തിയത്. ദൈവം പിന്നെയും സഹായിക്കും. നമുക്ക് ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള അവസരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ന് നമ്മളിപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടു. അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയാനുണ്ടായിരിക്കും. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും നിങ്ങൾ പറയണ്ട, അത് ഏറ്റെടുത്താൽ മതി. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നിങ്ങൾ ഒരാൾ പറയുമ്പം മറ്റൊരാൾ എടുത്ത് പറയണ്ട, നിങ്ങളത് വിശ്വസിച്ചാൽ മതി. കാര്യം നമുക്ക് അടുത്തൊരാൾക്കൊണ്ട് അവസരം കൊടുക്കാൻ വേണ്ടിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് രോഗസൗഖ്യത്തിൻ്റെ മറ്റേതെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും ഒന്ന് അവരെ ബ്ലസ് ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവർക്ക് യേശുവിൻ്റെ നാമത്തിൽ, ഇത് പിരിവല്ല, നമ്മൾ പിടിച്ചു മേടിക്കുന്നതല്ല, പ്രാർത്ഥന കൊടുക്കുന്നതല്ല, ഒരു മനുഷ്യന് കൊടുക്കുന്നതല്ല, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിതയ്ക്കുന്നതാണ്. ആ വിത ഇത് ഇന്നിപ്പോൾ നമ്മൾ സൂമിലൂടെ ഈ സുവിശേഷം കേൾക്കുവാണ് അല്ലേ. ഞാൻ നാളെ പറഞ്ഞായിരുന്നല്ലേ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നു. നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ അകത്ത് 40 മിനിറ്റ് സൂമിലിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഓരോ മാസവും നമുക്ക് 10,000 രൂപ ഇതിൻ്റെ ഓരോ 500,000 പേർക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചത്, അനേകർ വിതച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ വിത നമുക്കിന്ന് ഇത്രയും ആൾക്കാർക്ക് സുവിശേഷം കേൾക്കാൻ പറ്റിയെങ്കിൽ, നമുക്ക് ക്യാമറ ആയിക്കോട്ടെ മറ്റെല്ലാത്തിനും ആ വിതകളെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, വിതയ്ക്കുന്നവർ നിസ്സാരക്കാരല്ല. ദൈവം നിങ്ങൾക്ക് വിത്ത് തന്നതുകൊണ്ടാണ് വർദ്ധിക്കും. അതൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവിനായി നന്ദി പറയുന്നപ്പോൾ അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, അവരുടെ സകല ബുദ്ധിമുട്ടുകളും മാറട്ടെ. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചത് നിമിത്തം അവരുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല, ഒരു സ്ഥലത്തും തകർന്നു പോകത്തില്ല. വിശാലതയ്ക്ക് നന്ദി, വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധിക്ക് നന്ദി. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ, സമയം മുന്നോട്ട് പോകുന്നതാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ, പറഞ്ഞു ഹലോ, ഞാൻ പറഞ്ഞോട്ടാ ബ്രദറെ. പിന്നെ ഹലോ. വ്യാഴാഴ്ച രാത്രി ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോ ഇടതുവശത്ത് മാറി ഒരു കുളമുള്ള വീട്, ആ വീട്ടിലെ വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, ഒരുപാട് പേരാൽ പറ്റിക്കപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ബ്രദറെ. അങ്ങനെ ഇന്നലെ രാവിലെ അത് ഞാൻ ഏറ്റെടുത്തു, ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് ഒരു ജോലി, താൽക്കാലികമായിട്ട് ഒരു ജോലി ശരിയായി ബ്രദറെ. ഞാൻ തിങ്കളാഴ്ച അതിന്റെ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് പോവുകയാണ്. അതിനു വേണ്ടി പ്രാർത്ഥിക്കും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കർത്താവ് ഒരു പ്രവചന ആലോചനയിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തെ ദൈവം ഇടപെട്ടു. അത് മാത്രമല്ല, നാളുകളായിട്ട് ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. ആ വിഷയത്തെ ദൈവം ഇന്ന് തൊട്ടു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ധൈര്യമായിട്ട് പോവുക. ദൈവം അത്ഭുതകരമായിട്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, കഴിഞ്ഞ മുന്നത്തെ ആഴ്ച ഒരു വയറിന് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് എന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ബൈബിൾ വായിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ല. അപ്പൊ ഞാനത് ഏറ്റെടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മ 1.5 മാസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. വയറിനുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭക്ഷണം എന്ത് ചെന്നാലും. അങ്ങനെ ഇന്ന് അമ്മയ്ക്ക് സൗഖ്യമായി. അപ്പൊ ഞാനിന്ന് സാക്ഷ്യം പറയാന്ന് ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു. ഈശോപ്പച്ചന് 100 നന്ദി. നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞതാണ് പ്രവചനത്തിലൂടെയുള്ള സൗഖ്യമാണ്. സഹോദരി പറഞ്ഞ പോലെ തന്നെ വയറ്റിന്റെ അകത്തൊരു ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു പറഞ്ഞ പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, വളരെ നാളിട്ടത് ഭാരപ്പെടുമായിരുന്നു. പക്ഷെ അത് ഏറ്റെടുത്തു, കൈവച്ചവർ വിശ്വസിച്ചു, ആ പ്രവചന ആലോചന സൗഖ്യത്തെ ഏറ്റെടുത്തു. ഇന്ന് സാക്ഷ്യമായ പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് കർത്താവ് കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഒരുമിച്ച് സാക്ഷ്യം പറഞ്ഞാൽ സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നതുകൊണ്ടാണ്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ബ്രദറെ, കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് ബ്രദർ പറഞ്ഞില്ല, ജോലി സ്ഥലത്ത് വളരെയേറെ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്ന, ശത്രുതയോടെ പെരുമാറുന്ന ഓഫീസർമാര് എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തു. കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് സബ് സ്റ്റാഫ് ലീവായിരുന്നു. ഞാൻ പാർട്ട് ടൈം സ്വീപ്പറാണ്.
എൻ്റെ പേര് അശ്വതി എന്നാണ്. അപ്പം എനിക്ക് അവധി ചെയ്യേണ്ട ജോലി എനിക്ക് 12 ആകുമ്പോൾ എനിക്ക് വരാം. എനിക്ക് ഷുഗറും മറ്റേ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ 12 ആകുമ്പോഴേ ഇറങ്ങിപ്പോരും. ഇന്നലെ ഞാൻ അങ്ങനെ പോകുന്നതിന് എന്നെ ഓഫീസർ വിളിച്ചു, ചേച്ചി എവിടെയാണ്, ചേച്ചി എപ്പോൾ പോയി എന്നല്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു 12 ആയപ്പോൾ ഞാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടാ പോകുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ശരി കണ്ടില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു. ഇന്ന് ചെന്നപ്പോഴത്തേക്കിനും മാനേജറും ഒരു അസിസ്റ്റന്റ് മാനേജറും ലീവാണ്, ഒരു അസിസ്റ്റന്റ് മാനേജറുണ്ട്. 12 ആയപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇന്ന് രാവിലേക്ക് ഒന്നും കഴിക്കാതെ ഒന്നും കൊണ്ടുപോകാതെ പോയാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം തലകറങ്ങുന്ന തോന്നിയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാണ് നിന്നാണ് അത്രയും നേരം നിന്നത്. ദൈവം എന്നെ അവിടെ ബലപ്പെടുത്തി നിർത്തിയിരുന്നായിരുന്നു. ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറയണ്ട, ഉള്ള അസിസ്റ്റന്റ് മാനേജറോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് പുള്ളിക്കാരോട് ചോദിച്ചപ്പം മാഡം പറഞ്ഞു ചേച്ചി അങ്ങനെ പോകാൻ പറ്റത്തില്ല, സബ് സ്റ്റാഫ് ഇല്ലാതെ തന്നെ ചേച്ചി കുറേയേറെ സമയം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് വളരെ ക്ഷീണമാണ്, ഞാനൊന്നും കഴിക്കാതെയൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് പോകണം, എനിക്കിങ്ങനെ ഷുഗറൊക്കെ കൂടി നിൽക്കുന്നതാണ്, കൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ പറഞ്ഞു എന്നാൽ മാനേജരെ വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു. മാനേജരെ 2 പ്രാവശ്യം വിളിച്ചിട്ട് മാനേജർ എടുത്തില്ല. എനിക്ക് വളരെയേറെ ഭാരങ്ങൾ, ഞാൻ ചെയ്യേണ്ട ജോലി വരെ അവർ എന്നോട് പറയണം, എൻ്റെ സമയം കഴിഞ്ഞ് നിൽക്കണം എന്നാണ് അവർ പറയുന്നത്. എന്തോ വളരെ ഒരു ഇതോടുകൂടി മത്സരത്തോടു കൂടിയാണ് അവർ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭാരത്തോടെയാണ് എന്നിട്ട് പോകുന്നത്. എനിക്ക് മുട്ടിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ഓരോ ദിവസം എന്നെ നടത്തുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചാണ് രാവിലെയൊക്കെ പോകുന്നത്. ഈ പ്രാർത്ഥന കൂടുമ്പോഴൊക്കെയും കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ രാവിലെ ആകുമ്പോൾ നീരും വേദന എല്ലാം മാറിയാണ് ഞാൻ പോയി ജോലി ചെയ്തിട്ട് പോരുന്നത്. ബസ്സൊക്കെ കയറിയൊക്കെ പോകണം. പക്ഷെ എനിക്കവിടെ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് ഒരു പ്രൊമോഷൻ പോലും അവർ തരാൻ എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് അവിടെ. എനിക്ക് ബ്രദർ ഈ വിഷയത്തെ ഞാൻ ഏറ്റെടുക്കുന്നത്. കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറ്റി സിസ്റ്ററെ. കർത്താവ് അത് ആലോചന ഏറ്റെടുക്കുക. കർത്താവ് അതിന്റെ മേൽ വലിയ പ്രവൃത്തി ചെയ്യുവാനിടയായിത്തീരും. ധൈര്യത്തോടെ ഇരിക്കുക, ദൈവത്തിന്റെ സാക്ഷ്യം കാണും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കുക, യേശുവിന്റെ നാട്ടിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദർ ഇന്ന് ഡോൺ എന്ന് പറയുന്ന ഒരു മോനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ സിസ്റ്ററിനോട് പേര് വെളിപ്പെടുത്തി വേറൊരു ഇവന്റ് ഡോണിന്റെ തന്നെ അനിയൻ അലൻ കെവിൻ ഉണ്ട്, അവന്റെ പേര് വെളിപ്പെടുത്തിയായിരുന്നു. എന്താണെന്നറിയില്ല, ഈ നാളുകളിൽ അവരുടെ പേരുകൾ 3 പേരുടെയും പേരുകൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഡോണിന് വേണ്ടി. ദൂതന്മാരുടെ കാവൽ അവരുടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. അനർത്ഥം വിട്ടു ഒഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം. ഞങ്ങള് ജീവനോടിരുന്ന കർത്താവിന്റെ പ്രവർത്തിയെ കാണുമെന്ന് തന്നെ വിളിച്ചു പറഞ്ഞോണം കേട്ടോ. സാക്ഷിയായിട്ട് ദൈവം മാറ്റും. വീണ്ടും വീണ്ടും കർത്താവ് ആലോചനയോടെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, അവർ കർത്താവിന്റെ സാക്ഷിയാകാൻ വേണ്ടി. കേട്ടോ സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വയലറ്റ് നിറത്തിന്റെ കാര്യം പറഞ്ഞു. അത് എന്റെ എനിക്കൊരു ഷോപ്പുണ്ട് ചെറുത്. അതിന്റെ കർട്ടന്റെ കളർ 2 കർട്ടന് വയലറ്റ് നിറാം. അപ്പൊ എനിക്ക് വേണ്ടി വീതാനും മുന്നേ ഒരു ദിവസം ആലോചന പറഞ്ഞായിരുന്നു എന്റെ ഷോപ്പിന് ദൈവം അനുഗ്രഹിക്കാൻ പോവാന്ന്. അതിലിപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഇങ്ങനെ ഈ ഗോൾഡ് കോയിൻ എന്റെ ഇങ്ങനെ നിലത്ത് കണ്ടപ്പോ ഞാനത് പറക്കി എന്റെ മടിയിൽ നിറയെ ഇങ്ങനെ വാരി എടുക്കണം. ഞാൻ സ്വപ്നം ഇങ്ങനെ കണ്ടുപിടുന്നത്. ആ ആലോചന ഞാൻ ഏറ്റെടുക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അതുപോലെ തന്നെ സംഭവിക്കേണ്ട നന്മ അകത്തോട്ട് നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സമൃദ്ധിയായിട്ട് ദൈവം നടത്തട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ മോൾക്ക് മറ്റേ ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ മിനിഞ്ഞാന്ന്. അപ്പൊ ഇന്നിപ്പോ ടെസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് തന്നെ കർത്താവിന്റെ കൃപയാൽ മാറിക്കിട്ടി. ആൾക്ക് ഇത്തിരി പനിയുടെ ക്ഷീണം മാത്രമേ ഉള്ളൂ, പക്ഷെ ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു. അത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ വചനം പഠിപ്പിച്ചു തന്ന ബ്രദറിന് ഭയങ്കര നന്ദിയുണ്ട്. ഞാൻ വചനം പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു. ഈ കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. പക്ഷെ പെട്ടെന്ന് ആ വിഷമം മാറിപ്പോയി. വചനം കൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഡെങ്കി ഇല്ല എന്ന് പറഞ്ഞു. അത് വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, വലിയ സാക്ഷിയായിട്ട് പറയുന്നത്. നന്ദി കർത്താവ്. പറഞ്ഞത് തന്നെ പനി അവിടെ കൺഫേം ആയതാണ്. പക്ഷെ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് വലിയ സൗഖ്യം നടന്നു. ഡെങ്കിപ്പനി ഇല്ല എന്ന് പറയുന്നിടയായി തീർന്നു. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി ഉറപ്പിക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദർ പറഞ്ഞ മുമ്പേ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം ഒരു ഹസ്ബൻഡ് മരിച്ച കാര്യം, മോടെ ഒരു ഭാവിയുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാനായിരുന്നു ബ്രദറെ. ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. മോടെ വിഷയത്തിന്മേല്
ഒത്തിരി ഭാരത്തോട്ടിരിക്കുന്ന ഹസ്ബൻഡ് മരിച്ചതാണ്. ആ ഒരു അത് കണ്ടുകൊണ്ടിരിക്കുവാണ് ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചപ്പോ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ബ്രദറെ, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ആമേൻ. ഓക്കെ ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും, ദൈവം അത്ഭുതമാക്കി മാറ്റും സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞോ. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഇന്നലെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ശ്വാസതടസ്സമുള്ള മൂക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈവച്ചായിരുന്നു. എന്റെ മൂക്കിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായിട്ട് മാറി. 4 വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ശ്വാസതടസ്സത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് 21-ൽ കോവിഡ് വന്ന് ഒത്തിരി സീരിയസ് ആയപ്പം വായിക്കകത്ത് ഇങ്ങനെ ബ്ലഡിന്റെ ക്ലോട്ട് വരുമായിരുന്നു. അന്നേരം തുടങ്ങിയതായിരുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയസ്റ്റ് പറഞ്ഞത്. കോവിഡ് വന്നതിന് ശേഷം ബ്ലഡിൽ ഇങ്ങനെ ക്ലോട്ട് വരുമായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുമായിരുന്നു. അതിനുശേഷം മൂക്കടഞ്ഞു പോയി. ഇന്നലത്തെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ ഇടപെട്ട് ഈ മൂക്കിന്റെ മേൽ തടസ്സമായി നിൽക്കുന്ന, ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു പറഞ്ഞ സിസ്റ്റർ ഏറ്റെടുത്തു, കൈവച്ചു, അവിടെ വെച്ചു. പറഞ്ഞത് ഒരു കുഴപ്പമില്ല, അവിടെ കംപ്ലീറ്റ് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവം 4 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് ഒറ്റ നിമിഷം കൊണ്ട് യേശു തൊട്ടത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അനേകരോട് പറയണം, അനേകരെ ഇതുപോലെ സൗഖ്യമാക്കണം. യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ തീർച്ചയായിട്ടും കൈവച്ചോണം, നിങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷി? നല്ല ജോലി സിസ്റ്റർ പറഞ്ഞ എന്റെ കാര്യമായിരുന്നു. പുള്ളിന്റെ സാക്ഷ്യം പറഞ്ഞില്ലേ? അതെ അതെ, അതെന്നെയായിരുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അതിന്റെ പ്രവർത്തിക്കും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കുമാറാകട്ടെ, വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവെ, ഞാൻ ഇന്ന് ഈ സാക്ഷ്യം ഞാൻ സെപ്പറേറ്റ് ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കുന്നത്, കേൾക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും, കേൾക്കുന്നവരുടെ മേൽ കർത്താവ് ബന്ധനങ്ങൾ അഴിയും, കേൾക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യം ഉണ്ടായി. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ആരോഗ്യത്തിന്റെ മേൽ, ആത്മമണ്ഡലത്തിന്റെ മേൽ, ഭൗതിക മേഖലയുടെ മേൽ, ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാം അവർക്കുണ്ടാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി